ഹരേ രാമ. മൂന്ന് ലോകവും സദാ ചുറ്റി സഞ്ചരിക്കുന്ന മുനി ആരാണ്? നാരദ മഹർഷി. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന 501 ചോദ്യങ്ങളടങ്ങിയ രാമായണ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളീയർ കർക്കിടക മാസം രാമായണ മാസമായി ആചരിച്ചു വരുന്ന ഈ അവസരത്തിൽ രാമായണത്തെ കൂടുതൽ അറിയാൻ ഈ രാമായണ ക്വിസ് നിങ്ങളെ സഹായിക്കും. ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അടുത്തവർക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി സ്വാഗതം. ആരെയാണ് നാൻമുഖൻ, ചതുർമുഖൻ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത്? നാൻമുഖൻ, ചതുർമുഖൻ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് ബ്രഹ്മാവിനെ. ബ്രഹ്മാവ്. ആരോടാണ് കവി എഴുത്തച്ഛൻ ശ്രീരാമകഥ തന്നോട് മടികൂടാതെ ചൊല്ലിത്തരാൻ ആവശ്യപ്പെടുന്നത്? ശാരിക പൈതലോട്, അതായത് കൊച്ചു പെൺതത്തയോട്. ശാരിക പൈതലോട്. വാരണമുഖൻ ആരാണ്? വാരണമുഖൻ ഗണപതിയാണ്. ഗണപതി ആണ്. ആദികവി എന്നറിയപ്പെടുന്നത് ആര്? ആദികവി എന്നറിയപ്പെടുന്നത് വാൽമീകി. വാൽമീകി മഹർഷി. വാൽമീകി രചിച്ച രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? വാൽമീകിയുടെ രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളാണുള്ളത്. 24,000. ഏതു ഭാഷയിലാണ് വാൽമീകി രാമായണം രചിച്ചത്? സംസ്കൃത ഭാഷ. സംസ്കൃത ഭാഷയിലാണ്. വാൽമീകിയുടെ രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളാണ് ഉള്ളത്? വാൽമീകിയുടെ രാമായണത്തിൽ 7 കാണ്ഡങ്ങളാണ് ഉള്ളത്. 7 കാണ്ഡങ്ങൾ. 1 ബാലകാന്ഡം, 2 അയോധ്യാകാന്ഡം, 3 ആരണ്യകാന്ഡം, 4 കിഷ്കിന്ധാകാന്ഡം, 5 സുന്ദരകാന്ഡം, 6 യുദ്ധകാന്ഡം, 7 ഉത്തരകാന്ഡം. അങ്ങനെ 7 കാണ്ഡങ്ങൾ. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ 6 കാണ്ഡങ്ങളാണ് ഉള്ളത്. 1 ബാലകാന്ഡം, 2 അയോധ്യാകാന്ഡം, 3 ആരണ്യകാന്ഡം, 4 കിഷ്കിന്ധാകാന്ഡം, 5 സുന്ദരകാന്ഡം, 6 യുദ്ധകാന്ഡം. അങ്ങനെ 6 കാണ്ഡങ്ങളാണ്. ശ്രീരാമായണം ആദ്യമായി രചിച്ചതാരാണ് എന്നാണ് കവി എഴുത്തച്ഛൻ പറയുന്നത്? ബ്രഹ്മാവ്. ബ്രഹ്മാവാണ്. അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നേട്ടമെന്ത്? അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നവർക്ക് മോക്ഷം ലഭിക്കും. എഴുത്തച്ഛൻ്റെ രാമായണം ആരംഭിക്കുന്നത് ഏതു പദങ്ങളോടെയാണ്? ശ്രീരാമ രാമ രാമ എന്ന പദങ്ങളോടെ. അധ്യാത്മരാമായണം ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമായാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ഉമാമഹേശ്വര സംവാദം. ഉമാമഹേശ്വര സംവാദം. ഹിന്ദിയിലെ പ്രസിദ്ധമായ രാമായണ കൃതി രാമചരിതമാനസ് രചിച്ചതാര്? തുളസീദാസ്. തുളസീദാസാണ്. തമിഴിലെ പ്രശസ്തമായ രാമായണ കൃതി ഏതാണ്? കമ്പരാമായണം. കമ്പർ രചിച്ച. കൈലാസപർവ്വതം വാസസ്ഥലമായിട്ടുള്ള ദേവൻ ആരാണ്? പരമശിവൻ. പരമശിവനാണ്. ആരാണ് ഭഗവാൻ പരമശിവനോട് ശ്രീരാമദേവന്റെ കഥ പറഞ്ഞു തരാൻ അപേക്ഷിച്ചത്? പത്നി പാർവതീദേവി. പരമശിവന്റെ പത്നിയായ പാർവതീദേവി. രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരുടെ ദുഷ്പ്രവൃത്തികളാൽ ദുഃഖിതയായ ഭൂമിദേവി ആരെയാണ് അഭയം തേടി സമീപിച്ചത്? ബ്രഹ്മാവിനെ. ബ്രഹ്മാവിനെയാണ് ഭൂമിദേവി സമീപിച്ചത്. ഭൂമിദേവി സഹായം തേടി ബ്രഹ്മാവിനെ സമീപിച്ചത് ഏതു രൂപത്തിലായിരുന്നു? ഗോവിൻ്റെ രൂപത്തിൽ, അതായത് പശുവിൻ്റെ രൂപത്തിൽ. ഭൂമിദേവിയോടൊപ്പം ആരൊക്കെയാണ് ബ്രഹ്മാവിൻ്റെ സന്നിധിയിൽ പോയത്? ദേവന്മാരും താപസന്മാരും.
ദേവന്മാരും താപസന്മാരും. ഭൂമിദേവിയുടെ സങ്കടം തീർക്കാൻ ആർക്കു മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. ഭഗവാൻ മഹാവിഷ്ണുവിന് മാത്രം. ഭൂമിദേവിയും ദേവന്മാരും അനുഭവിക്കുന്ന രാവണാദി രാക്ഷസന്മാരെ കൊണ്ടുള്ള ദുരിതം ഭഗവാൻ വിഷ്ണുവിനെ ബോധിപ്പിച്ചത് ആരാണ്? ബ്രഹ്മാവാണ് ബോധിപ്പിച്ചത്. ആരിൽ നിന്നും ലഭിച്ച വരത്താലുള്ള അഹങ്കാരത്താലാണ് രാവണൻ ലോകം നശിപ്പിക്കുന്നത് എന്നാണ് ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനോട് പറഞ്ഞത്. താൻ നൽകിയ വരം കൊണ്ട്, അതായത് ബ്രഹ്മാവ് നൽകിയ വരം കൊണ്ട്. മരണത്തെ സംബന്ധിച്ച് ബ്രഹ്മാവ് രാവണന് നൽകിയ വരമെന്ത്? മനുഷ്യരൊഴികെ മറ്റാരാലും മരണമുണ്ടാവില്ല. ശ്രീരാമനായി താൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദേവന്മാരോട് ഏതു രൂപത്തിൽ പിറക്കാനാണ് വിഷ്ണു ഭഗവാൻ നിർദ്ദേശിച്ചത്? ദേവന്മാരോട് കപിവീരന്മാരായി പിറക്കാനാണ് നിർദ്ദേശിച്ചത്. കപിവീരന്മാർ. ബാലകാണ്ഡത്തിലെ ചോദ്യങ്ങളിലേക്ക് ഇനി നമുക്ക് പോകാം. ദശരഥൻ ഏതു രാജ്യത്തെ രാജാവാണ്? കോസല രാജ്യം. കോസല രാജ്യത്തെ രാജാവ്. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം. കോസലത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ. അയോധ്യ നഗരത്തിന് സമീപത്തു കൂടി ഒഴുകുന്ന നദിയുടെ പേര് സരയൂ നദി. ദശരഥ രാജാവിൻ്റെ വംശം ഏതാണ്? സൂര്യവംശം. സൂര്യവംശത്തിലെ ആദ്യത്തെ രാജാവിൻ്റെ പേര് ഇക്ഷ്വാകു. കാകുൽസ്ഥൻ ആരാണ്? കാകുൽസ്ഥൻ എന്നറിയപ്പെടുന്നത് സൂര്യവംശത്തിലെ ഒരു പ്രശസ്ത രാജാവാണ് കാകുൽസ്ഥൻ. കാകുൽസ്ഥന്റെ പരമ്പരയിൽപ്പെട്ട രാജാക്കന്മാരായതുകൊണ്ട് സൂര്യവംശത്തെ വിളിക്കുന്ന പേര് കാകുൽസ്ഥവംശം. സൂര്യവംശത്തിലെ പ്രശസ്ത രാജാവായ രഘുവിൻ്റെ പരമ്പരയിൽ ഉൾപ്പെട്ടതുകൊണ്ട് പറയുന്ന പേര് രഘുവംശം. രഘുവിൻ്റെ മകൻ അജൻ ആരുടെ പിതാവാണ്? ദശരഥന്റെ പിതാവാണ് അജൻ. ദശരഥന്റെ യഥാർത്ഥ നാമം എന്തെന്നറിയാമോ? നേമി എന്നാണ് ദശരഥന്റെ യഥാർത്ഥ നാമം. സൂര്യവംശത്തിൻ്റെ കുലഗുരു എന്നറിയപ്പെടുന്നത് വസിഷ്ഠ മഹർഷിയാണ്. വസിഷ്ഠ മഹർഷിയുടെ പത്നിയുടെ പേരെന്താണ്? അരുന്ധതി. ദശരഥ രാജാവിൻ്റെ പത്നിമാരുടെ പേരുകൾ എന്തൊക്കെയാണ്? ദശരഥന്റെ പത്നിമാരാണ് കൗസല്യ, സുമിത്ര, കൈകേയി എന്നീ 3 പേർ. കൗസല്യ ഏതു രാജ്യത്തെ രാജകുമാരിയാണ്? ദക്ഷിണ കോസലം. സുമിത്ര ഏതു രാജ്യത്തെ രാജകുമാരിയാണ്? സുമിത്ര കാശിയിലെ രാജകുമാരിയാണ്. കൈകേയി ഏതു രാജ്യത്തെ രാജകുമാരിയാണ്? കൈകേയി കേകയ രാജ്യത്തെ രാജകുമാരിയാണ്. ദശരഥ പത്നിമാരിൽ ആദ്യത്തെയാൾ ആര്? കൗസല്യയാണ് ആദ്യ പത്നി. തനിക്കു ശേഷം രാജ്യം ഭരിക്കാൻ പുത്രന്മാരുണ്ടാവാത്തതിൽ ദുഃഖിതനായ ദശരഥൻ ആരോടാണ് പരിഹാരമാർഗം ആരാഞ്ഞത്? ഗുരു വസിഷ്ഠ മഹർഷിയോടാണ് പരിഹാരം ആരാഞ്ഞത്. വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് പുത്രന്മാരുണ്ടാവുന്നതിനായി നടത്താനായി നിർദ്ദേശിച്ച യാഗം ഏത്? പുത്രകാമേഷ്ടി യാഗം നടത്താനായി ആരെയാണ് ക്ഷണിച്ചു വരുത്തിയത്? വൈഭണ്ഡക മുനിയെ, അതായത്
ഋഷ്യശൃംഗ മുനിയെ. പുത്രകാമേഷ്ടി യാഗത്തിനായി യജ്ഞശാല തീർത്തത് എവിടെയാണ്? സരയൂ നദീതീരത്താണ് പുത്രകാമേഷ്ടി യാഗത്തിന് യജ്ഞശാല തീർത്തത്. യാഗാവസാനം അഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർന്നു വന്നതാരാണ്? അഗ്നിദേവൻ. യാഗാവസാനം അഗ്നിദേവൻ പ്രത്യക്ഷനായി. അഗ്നിദേവന്റെ കയ്യിലുള്ള സ്വർണപാത്രത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? ദേവന്മാരാൽ തയ്യാറാക്കിയ പായസം. നിനക്ക് മക്കളുണ്ടാകാൻ വേണ്ടിയുള്ളതാണ് ദേവനിർമ്മിതമായ ഈ പായസം, സ്വീകരിച്ചാലും എന്നത് കേട്ട് പായസം സ്വീകരിച്ചതാര്? രാജാ ദശരഥൻ. ദശരഥ രാജാവ് തന്നെ. ദശരഥൻ ആർക്കൊക്കെയാണ് പായസം പകുത്തു നൽകിയത്? കൗസല്യ, കൈകേയി എന്നിവർക്ക് പകുതി വീതം പായസം നൽകി. സുമിത്രയ്ക്ക് ആരാണ് പായസം നൽകിയത്? സുമിത്രയ്ക്ക് പായസം നൽകിയത് കൗസല്യ, കൈകേയി എന്നിവർ അവരവർക്ക് ലഭിച്ചതിൽ പാതി വീതം നൽകി. ദശരഥനുണ്ടായ ആദ്യ പുത്രൻ ശ്രീരാമന്റെ നക്ഷത്രം ഏതാണ്? പുണർദം നക്ഷത്രം. പുണർദം ആണ്. ശ്രീരാമന്റെ മാതാവാര്? കൗസല്യ. ശ്രീരാമന്റെ മാതാവ് കൗസല്യ. ശ്രീരാമൻ ജനിച്ച സമയം ഏതാണ്? ചൈത്രമാസത്തിൽ വെളുത്തപക്ഷം നവമി തിഥിയിലാണ് ശ്രീരാമന്റെ ജനനം. ആദികാവ്യം രാമായണം ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. ദശരഥനുണ്ടായ രണ്ടാമത്തെ മകൻ ഭരതന്റെ മാതാവാര്? കൈകേയി. ഭരതന്റെ നക്ഷത്രം ഏതാണ്? പുഷ്യനക്ഷത്രം, അതായത് പൂയം നക്ഷത്രമാണ് ഭരതന്റെ നക്ഷത്രം. ശ്രീരാമനും ഭരതനും ശേഷം ദശരഥനുണ്ടായ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ മാതാവാരാണ്? സുമിത്ര. സുമിത്രയാണ് ഇരട്ടക്കുഞ്ഞുങ്ങളെ പ്രസവിച്ചത്. ശ്രീരാമനും ലക്ഷ്മണനും അതുപോലെ ഭരതനും ശത്രുഘ്നനും തമ്മിൽ കൂടുതൽ അടുപ്പം വരാനുള്ള കാരണം എന്താണ്? കൗസല്യയും കൈകേയിയും പായസത്തിലെ പങ്ക് സുമിത്രയ്ക്ക് നൽകിയത്. ദശരഥ പുത്രരിൽ ശ്രീരാമൻ ആരുടെ അവതാരമാണ്? ദശരഥ പുത്രരിൽ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. മഹാവിഷ്ണുവിന്റെ. ഭരതൻ എന്തിൻ്റെ അവതാരമാണ്? ഭരതൻ മഹാവിഷ്ണുവിന്റെ ശംഖ് ആണ്. ലക്ഷ്മണൻ എന്തിൻ്റെ അവതാരമാണ്? ലക്ഷ്മണൻ ആദിശേഷന്റെ അവതാരമാണ്. ശത്രുഘ്നൻ എന്തിൻ്റെ അവതാരമാണ്? ശത്രുഘ്നൻ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ അവതാരമാണ്. ദശരഥ നന്ദനന്മാരെ വിദ്യ അഭ്യസിപ്പിച്ച ഗുരു ആര്? വസിഷ്ഠൻ. വസിഷ്ഠനാണ് ദശരഥ നന്ദനന്മാരുടെ ഗുരു. വിശ്വാമിത്ര മഹർഷി ദശരഥ രാജാവിനെ സന്ദർശിച്ച് അപേക്ഷിച്ചതെന്താണ്? തൻ്റെ യാഗരക്ഷയ്ക്കായി ശ്രീരാമനെയും ലക്ഷ്മണനെയും തന്നോടൊപ്പം അയക്കണം എന്നാണ് അപേക്ഷിച്ചത്. ദാഹവും വിശപ്പും അനുഭവപ്പെടാതിരിക്കാൻ വിശ്വാമിത്ര മുനി രാമ ലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ച വിദ്യ എന്ത്? ബല അതിബല എന്ന മന്ത്രം. ബല അതിബല എന്ന മന്ത്രമാണ് ഉപദേശിച്ചത്. വിശ്വാമിത്രനെ പറയുന്ന മറ്റൊരു പേര്, വിശ്വാമിത്രന്റെ മറ്റൊരു പേരാണ് കൗശികൻ. ശ്രീരാമന്റെ ബാണമേറ്റു മരിച്ച രാക്ഷസ വർഗത്തിൽപ്പെട്ട ആദ്യത്തെയാൾ ആര്? താടക. താടക എന്ന രാക്ഷസിയാണ് ശ്രീരാമ ബാണമേറ്റു മരിച്ചത്. വിശ്വാമിത്ര മുനിയോടൊപ്പം ഗംഗാനദി കടന്ന് രാമ ലക്ഷ്മണന്മാർ താടകയെ വധിച്ച വനത്തിന്റെ പേര്? താടകാവനം. താടകാവനം എന്നാണ് ഈ വനത്തിന്റെ പേര്. താടക വാസ്തവത്തിൽ ആരാണ്? താടക വാസ്തവത്തിൽ ശാപമേറ്റ യക്ഷിയാണ്. ശാപമേറ്റ യക്ഷി. വിശ്വാമിത്രന്റെ യാഗം മുടക്കാനെത്തിയ രാക്ഷസ വീരന്മാർ ആരൊക്കെ?
വിശ്വാമിത്രന്റെ യാഗം മുടക്കാനെത്തിയ രാക്ഷസ വീരന്മാരാണ് മാരീചൻ, സുബാഹു എന്നിവർ. മാരീചനും സുബാഹുവും. സുബാഹു മാരീചന്മാരിൽ ആരാണ് രാമന്റെ അമ്പേറ്റ് മരിച്ചത്? സുബാഹു. സുബാഹു രാമന്റെ അമ്പേറ്റ് മരിച്ചു. രാമന്റെ അമ്പിനെ ഭയന്നോടിയ മാരീചൻ ഒടുവിൽ എന്താണ് ചെയ്തത്? ഒടുവിൽ ശ്രീരാമനെ അഭയം പ്രാപിച്ചു. മാരീചൻ ശ്രീരാമനെ അഭയം പ്രാപിച്ചു. ശ്രീരാമൻ അഭയം നൽകിയ മാരീചൻ പിന്നീട് ജീവിച്ചതെങ്ങനെയാണ്? ശ്രീരാമഭക്തനായി ആയിരുന്നു പിന്നീടുള്ള മാരീചന്റെ ജീവിതം. ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ മഹായജ്ഞത്തെയും ശൈവചാപത്തെയും കാണാൻ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയത് ആരാണ്? വിശ്വാമിത്ര മഹർഷിയാണ് ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയത്. ഗൗതമ മുനിയുടെ ശാപമേറ്റ് ശിലയായി മാറിയ അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര്? അഹല്യ. ഗൗതമ മുനിയുടെ ശാപമേറ്റ് ശിലയായി മാറിയ പത്നിയാണ് അഹല്യ. ഗൗതമ മുനിയുടെ രൂപം ധരിച്ച് അഹല്യയെ കബളിപ്പിച്ചത് ആരായിരുന്നു? അഹല്യയെ കബളിപ്പിച്ചത് ദേവേന്ദ്രനായിരുന്നു. ദേവേന്ദ്രനാണ് കബളിപ്പിച്ചത്. ശ്രീരാമൻ അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുത്തത് എപ്രകാരമാണ്? പാദസ്പർശത്താൽ. തൻ്റെ പാദസ്പർശത്താലാണ് ശാപമോക്ഷം കൊടുത്തത്. ജനക മഹാരാജാവിന്റെ രാജ്യം ഏതാണ്? ജനക മഹാരാജാവിന്റെ രാജ്യമാണ് വിദേഹ രാജ്യം. വിദേഹ രാജ്യം. വിദേഹ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി മിഥിലാപുരി. വിദേഹത്തിന്റെ തലസ്ഥാനമാണ് മിഥിലാപുരി. ജനകന്റെ കൊട്ടാരത്തിൽ പൂജിച്ചിരിക്കുന്ന ശൈവചാപം ആരാണ് നിർമ്മിച്ചത്? ശൈവചാപം നിർമ്മിച്ചത് ദേവശില്പിയായ വിശ്വകർമാവ്. വിശ്വകർമാവ്. ശൈവചാപത്തിന്റെ മറ്റുള്ള പേരുകൾ എന്തൊക്കെയാണ്? ശൈവചാപത്തിന്റെ മറ്റുള്ള പേരുകളാണ് ത്രയംബകം, സുനാഭം എന്നിവ. ജനക രാജാവിന്റെ യഥാർത്ഥ പേര് എന്താണ്? സീരധ്വജൻ. ജനകന്റെ ശരിയായ പേരാണ് സീരധ്വജൻ. ശ്രീരാമൻ വില്ലെടുത്തു കുലച്ച ശബ്ദം കേട്ട രാജാക്കന്മാർ നടുങ്ങിയത് എന്തിനെ പോലെയാണ്? ഉരഗങ്ങളെപ്പോലെ, സർപ്പങ്ങളെ പോലെയാണ് നടുങ്ങിപ്പോയത്. വിൽമുറിഞ്ഞ ശബ്ദം കേട്ട സീത സന്തോഷിച്ചത് എപ്രകാരമാണ്? മയിൽപേടയെ പോലെയാണ് സന്തോഷിച്ചത്. ജനക മഹാരാജാവിന്റെ വളർത്തുപുത്രി ആരാണ്? സീത. ജനക മഹാരാജാവിന്റെ വളർത്തുപുത്രിയാണ് സീത. സീതയുടെ മാതാവ് ഭൂമിദേവിയാണ്. ഭൂമിദേവി. ജനക മഹാരാജാവിന് സീതയെ ലഭിച്ചത് എവിടെ നിന്നാണ്? ഉഴവുചാലിൽ നിന്ന്, അതായത് സീതത്തിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ടാണ് സീത എന്ന പേര് നൽകിയത്. സീതയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? സീതയുടെ മറ്റു പേരുകളാണ് ജാനകി, വൈദേഹി, മൈഥിലി എന്നിവ. ജനക മഹാരാജാവിന്റെ മകൾ ആരാണ്? ജനക മഹാരാജാവിന്റെ മകളാണ് ഊർമിള. ഊർമിള. ലക്ഷ്മണൻ വിവാഹം ചെയ്തത് ആരെയാണ്? ലക്ഷ്മണൻ വിവാഹം ചെയ്തത് ഊർമിളയെയാണ്, ജനകപുത്രിയെയാണ്. ഊർമിളയുടെ മാതാവ് ആരാണ്? സുനയന. ഊർമിളയുടെ മാതാവിന്റെ പേരാണ് സുനയന. ഭരതൻ വിവാഹം ചെയ്തത് ആരെയാണ്? ഭരതന്റെ പത്നി മാണ്ഡവി എന്നാണ്. ശത്രുഘ്നൻ വിവാഹം ചെയ്തത് ആരെയാണ്? ശ്രുതകീർത്തി. ശത്രുഘ്നന്റെ പത്നിയാണ് ശ്രുതകീർത്തി. മാണ്ഡവിയും ശ്രുതകീർത്തിയും ആരുടെ മക്കളാണ്? ജനകന്റെ അനുജനായ കുശധ്വജന്റെ മക്കളാണ് മാണ്ഡവിയും ശ്രുതകീർത്തിയും. കുശധ്വജന്റെ പത്നിയുടെ പേരെന്ത്? ചന്ദ്രഭാഗ. കുശധ്വജന്റെ പത്നി ചന്ദ്രഭാഗ.
കുശധ്വജൻ ഏതു രാജ്യത്തെ രാജാവാണ്? കുശധ്വജൻ സാങ്കാശ്യപുരം എന്ന രാജ്യത്തെ രാജാവാണ്. വിവാഹാനന്തരം അയോധ്യയിലേക്കുള്ള യാത്രയിൽ ശ്രീരാമാദികളെ വഴിയിൽ തടഞ്ഞു നിർത്തിയതാര്? അവരെ വഴിയിൽ തടഞ്ഞു നിർത്തിയത് പരശുരാമനാണ്. പരശുരാമൻ. ശൈവചാപം ഖണ്ഡിച്ച ശ്രീരാമനെ തൻ്റെ കയ്യിലുള്ള ഏതു വില്ല് പ്രയോഗിക്കാനാണ് പരശുരാമൻ വെല്ലുവിളിച്ചത്? പരശുരാമൻ വെല്ലുവിളിച്ചത് വൈഷ്ണവചാപം പ്രയോഗിക്കാനാണ്. ശ്രീരാമനോട് തൻ്റെ കയ്യിലെ വൈഷ്ണവചാപം. പരശുരാമന്റെ പ്രധാന ആയുധം എന്താണ്? പരശു അഥവാ മഴുവാണ് പരശുരാമന്റെ ആയുധം. പരശുരാമൻ ആരുടെ അവതാരമാണ്? മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. പരശുരാമൻ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ്? ആറാമത്തെ. പരശുരാമൻ മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമാണ്. തൻ്റെ പിതാവിന്റെ മരണത്തിനു കാരണമായ ക്ഷത്രിയരുടെ വംശത്തെ കൊന്നൊടുക്കുവാൻ പരശുരാമൻ എത്ര വട്ടമാണ് ഭൂമി ചുറ്റിയത്? 21 വട്ടം. 21 വട്ടം ഭൂമി ചുറ്റി ക്ഷത്രിയരുടെ വംശത്തെ കൊന്നൊടുക്കി. അയോധ്യാകാന്ഡത്തിലെ ചോദ്യങ്ങളിലേക്ക് നോക്കാം. ചോദ്യം: ശ്രീരാമന്റെ അവതാരോദ്ദേശ്യത്തെ ഓർമ്മിപ്പിക്കുവാനായി അയോധ്യയിലേക്ക് ചെന്നതാര്? നാരദ മഹർഷി. നാരദ മഹർഷിയാണ് അയോധ്യയിലേക്ക് വന്നത്. 14 വർഷത്തെ വനവാസത്തിനും രാക്ഷസ വംശത്തെ കൊന്നൊടുക്കുവാനുമായി താൻ പിറ്റേ ദിവസം പുറപ്പെടുകയാണെന്ന് ശ്രീരാമൻ ആർക്കാണ് ഉറപ്പു നൽകിയത്? നാരദ മഹർഷിക്കാണ് ശ്രീരാമൻ ഉറപ്പു നൽകിയത്. രാമനെ രാജാവായി അഭിഷേകം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ദശരഥൻ ആരുടെ മുമ്പിലാണ് അവതരിപ്പിച്ചത്? അദ്ദേഹം തൻ്റെ കുലഗുരു വസിഷ്ഠന്റെ മുന്നിലാണ് അവതരിപ്പിച്ചത്. കുലഗുരു വസിഷ്ഠന്റെ മുന്നിൽ. രാമന്റെ അഭിഷേകാവശ്യത്തിനായി ഗുരു വസിഷ്ഠൻ പറയുന്നതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ നടത്താൻ ദശരഥൻ ആരോടാണ് പറഞ്ഞത്? തൻ്റെ മന്ത്രിയായ സുമന്ത്രരോടാണ് ദശരഥൻ പറഞ്ഞത് ഒരുക്കങ്ങളൊക്കെ നടത്താൻ. ശ്രീരാമന്റെ അഭിഷേകത്തിന് വിഘ്നം വരുത്താൻ ദേവന്മാർ ആരോടാണ് അപേക്ഷിച്ചത്? സരസ്വതീ ദേവിയോട്. വാഗ്ദേവതയായ സരസ്വതീ ദേവിയോട്. കൈകേയിയെ കൊണ്ട് അഭിഷേകത്തിന് തടസ്സം പറയിക്കാനായി ദേവന്മാർ സരസ്വതീ ദേവിയോട് എന്താണ് ആവശ്യപ്പെട്ടത്? ആദ്യം മന്ധരയുടെ നാവിലൂടെ കൈകേയിയോട് പറയണം എന്നാണ് ആവശ്യപ്പെട്ടത്. മന്ധരയ്ക്ക് കൈകേയിയുമായുള്ള ബന്ധം എന്താണ്? മന്ധര കൈകേയിയുടെ ദാസിയാണ്. മന്ധരയുടെ മറ്റുള്ള പേരുകൾ എന്തെല്ലാം? മന്ധരയുടെ മറ്റുള്ള പേരുകളാണ് കുബ്ജ, ത്രിവക്ര എന്നിവ. ദശരഥ മഹാരാജാവ് കൈകേയിയെ വഞ്ചിച്ചത് എങ്ങനെയെന്നാണ് മന്ധര പറഞ്ഞത്? ഭരതനെയും ശത്രുഘ്നെയും ബലമായി അമ്മാവന്റെ അടുക്കലേക്ക് അയച്ചു. അങ്ങനെയാണ് അവരെ വഞ്ചിച്ചത്. ദശരഥ രാജാവ് ദേവാസുര യുദ്ധത്തിൽ സഹായിക്കാൻ ചെന്നത് ആരുടെ അപേക്ഷ പ്രകാരമാണ്? ദേവേന്ദ്രന്റെ. ദേവലോകത്തെ രാജാവായ ദേവേന്ദ്രന്റെ അപേക്ഷ പ്രകാരമാണ്. ദേവാസുര യുദ്ധത്തിനിടയിൽ ദശരഥന്റെ രഥത്തിന്റെ അച്ചുതണ്ടിന്റെ ആണി നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി എന്താണ് ചെയ്തത്? ആണിയുടെ സ്ഥാനത്ത് കൈകേയി യുദ്ധം തീരും വരെ തൻ്റെ വിരൽ വെച്ച് രക്ഷിച്ചു. അതാണ് കൈകേയി ചെയ്ത പ്രവൃത്തി. തന്നെ യുദ്ധത്തിൽ രക്ഷിച്ചതിന് ദശരഥൻ കൈകേയിക്കു നൽകാം എന്ന് വാഗ്ദാനം ചെയ്തത് എന്ത്? ദശരഥൻ കൈകേയിക്ക് 2 വരം നൽകാം എന്ന് പറഞ്ഞു. 2 വരമാണ് വാഗ്ദാനം ചെയ്തത്. പണ്ട് നൽകാമെന്നേറ്റ 2 വരം ഓർമ്മിപ്പിച്ച് അതിപ്പോൾ ആവശ്യപ്പെടണമെന്ന് കൈകേയിയോട് പറഞ്ഞതാര്? മന്ധര. കൈകേയിയുടെ തോഴിയായ മന്ധരയാണ് പറഞ്ഞത്. ഏതൊക്കെ വരങ്ങളാണ് 2 വരമായി ആവശ്യപ്പെടാൻ
മന്ധര കൈകേയിയോട് പറഞ്ഞത്. ഭരതനെ യുവരാജാവാക്കണം, രാമനെ 14 വർഷം വനവാസത്തിന് അയക്കണം എന്നീ 2 വരങ്ങൾ ആവശ്യപ്പെടാൻ പറഞ്ഞു. ദശരഥന് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് പത്നിമാരിൽ ആരോട്? കൈകേയിയോട്. ഇളയ പത്നിയായ കൈകേയിയോടാണ്. കോപാകുലയായ കൈകേയി ദശരഥന്റെ വരവും കാത്തിരുന്ന അന്തഃപുരത്തിലെ ഭാഗമേത്? ക്രോധാലയം. ക്രോധാലയം എന്ന അന്തഃപുരത്തിലെ ഭാഗത്താണ്. കൈകേയി ആവശ്യപ്പെട്ട 2 വരം കേട്ട ദശരഥന് സംഭവിച്ചതെന്ത്? മോഹാലസ്യപ്പെട്ട് വീണു. അദ്ദേഹം ബോധം കെട്ട് വീണുപോയി. നേരം പുലർന്നപ്പോൾ തന്നെ വന്നു കണ്ട സുമന്ത്രരോട് ദശരഥൻ എന്താണ് ആവശ്യപ്പെട്ടത്? രാമനെ കൊണ്ടുവരാൻ. രാമനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. സുമന്ത്രർ അറിയിച്ച പ്രകാരം ശ്രീരാമൻ പിതാവിനെ കാണാനെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ദശരഥൻ ബോധരഹിതനായി. ശ്രീരാമനെ കണ്ടപ്പോൾ ദശരഥൻ ബോധരഹിതനായി. കൈകേയിക്ക് ദശരഥൻ നൽകിയ 2 വരങ്ങളെക്കുറിച്ച് ശ്രീരാമനെ ധരിപ്പിച്ചതാരാണ്? കൈകേയി. കൈകേയി തന്നെയാണ് വരങ്ങളെക്കുറിച്ച് ശ്രീരാമനോട് പറഞ്ഞത്. ശ്രീരാമന്റെ വാക്കുകളിൽ എങ്ങനെ പ്രവർത്തിക്കുന്ന പുത്രന്മാരാണ് ഉത്തമന്മാരായിട്ടുള്ളവർ? പിതാവ് കാര്യം പറഞ്ഞില്ലെങ്കിലും അറിഞ്ഞു പ്രവർത്തിക്കുന്നവർ ആണ് ഉത്തമപുത്രന്മാർ എന്നാണ് ശ്രീരാമൻ പറഞ്ഞത്. എങ്ങനെ പ്രവർത്തിക്കുന്ന പുത്രന്മാരാണ് മധ്യമന്മാർ എന്നാണ് ശ്രീരാമൻ പറഞ്ഞത്. പിതാവ് കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുന്നവൻ മധ്യമന്മാരായിട്ടുള്ള പുത്രന്മാരാണെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള പുത്രന്മാരാണ് നീചന്മാരായിട്ടുള്ളവർ എന്നാണ് ശ്രീരാമൻ പറഞ്ഞിട്ടുള്ളത്. പിതാവ് പറഞ്ഞാലും ഒന്നും അനുസരിക്കാതെ ചെയ്യാതിരിക്കുന്നവർ ആണ് നീചന്മാരായ പുത്രന്മാർ. പിതാവ് ആഗ്രഹിക്കുന്നതെന്തോ അത് താൻ ഒരു മടിയും കൂടാതെ അനുസരിക്കും എന്നു സത്യം ചെയ്തപ്പോൾ കൈകേയി ശ്രീരാമനോട് എന്താണ് പറഞ്ഞത്? രാമന് ഒരുക്കിയവ ഉപയോഗിച്ച് ഭരതന് രാജ്യാഭിഷേകം ചെയ്യണം. രാമൻ 14 വർഷം താപസവേഷത്തിൽ വനവാസം ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് കൈകേയി രാമനോട് പറഞ്ഞത്. ആരുടെ പ്രയത്നത്താലാണ് ഗംഗയെ ആകാശലോകത്തു നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഭഗീരഥൻ നടത്തിയ പ്രയത്നത്താൽ. ഭഗീരഥനാണ് സ്വന്തം യൗവനം പിതാവിന് നൽകി പിതാവിൻ്റെ വാർദ്ധക്യത്തിൻ്റെ ജരാനരകൾ ഏറ്റുവാങ്ങിയ മകൻ ആരാണ്? പുരു. അതായത് യയാതി രാജാവിൻ്റെ പുത്രനായ പുരു. പിതാവ് കൈകേയി അമ്മയ്ക്ക് നൽകിയ 2 വരം പാലിക്കാൻ രാമൻ വനത്തിന് പോകുകയാണെന്ന് കേട്ട കൗസല്യ എന്താണ് പറഞ്ഞത്? പിതാവും മാതാവായ ഞാനും തുല്യരാണ്. പിതാവ് പോകണം എന്നാണെങ്കിൽ ഞാൻ പോകണ്ട എന്നു തടയുന്നു എന്നാണ് കൗസല്യ പറഞ്ഞത്. കൈകേയിയുടെ വരങ്ങളുടെ കാര്യം കേട്ട ലക്ഷ്മണന്റെ പ്രതികരണം എന്തായിരുന്നു? പിതാവിനെ ബന്ധിച്ച് ശത്രുക്കളെ കൊന്ന് അഭിഷേകം നടത്തും എന്നാണ് ലക്ഷ്മണൻ പറഞ്ഞത്. പിതാവിന്റെ വാക്കു പാലിക്കുന്നതിൽ നിന്നും ശ്രീരാമൻ പിന്മാറില്ലെന്ന് ഉറപ്പായപ്പോൾ ലക്ഷ്മണൻ എന്താണ് ശ്രീരാമനോട് ആവശ്യപ്പെട്ടത്? വനവാസകാലത്ത് ഒപ്പം കഴിയാൻ അനുവദിക്കണം, തന്നെയും ഒപ്പം കഴിയാൻ അനുവദിക്കണം. ശ്രീരാമൻ ദണ്ഡകാരണ്യവാസത്തിന് പുറപ്പെടുകയാണെന്നറിയിച്ചപ്പോൾ സീത എന്താണ് പറഞ്ഞത്? വനത്തിലേക്ക് ഞാൻ മുന്നേ നടക്കാം, അങ്ങു പിന്തുടരുക എന്നാണ് സീത പറഞ്ഞത്. വനവാസത്തിന് പുറപ്പെടുമ്പോൾ സീത മാലയാഭരണങ്ങൾ ആർക്കാണ് നൽകിയത്? സീത തൻ്റെ മാലയാഭരണങ്ങളെല്ലാം അരുന്ധതിക്ക്, അതായത് വസിഷ്ഠ മഹർഷിയുടെ പത്നിക്ക് നൽകി. വനവാസത്തിന് പുറപ്പെട്ട ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും മരവുരി നൽകിയത് ആരാണ്? അവർക്ക് മരവുരി നൽകിയത് കൈകേയിയാണ്. മാതാവായ കൈകേയിയാണ് നൽകിയത്. സീതയ്ക്ക് മരവുരി നൽകിയതു കണ്ട് കൈകേയിയോട്
കോപിച്ചത് ആര്? വസിഷ്ഠമുനിയാണ് കൈകേയിയോട് കോപം പ്രകടിപ്പിച്ചത്. അയോധ്യയിൽ നിന്നും ശ്രീരാമ ലക്ഷ്മണന്മാരും സീതയും വനവാസത്തിന് പുറപ്പെട്ടത് ഏതു വാഹനത്തിലാണ്? സുമന്ത്രർ തെളിച്ച തേരിലാണ് അയോധ്യയിൽ നിന്നും യാത്ര പുറപ്പെട്ടത്. ശ്രീരാമൻ വനത്തിന് പുറപ്പെട്ട ശേഷം ദശരഥൻ എവിടെയാണ് കഴിഞ്ഞത്? കൗസല്യയുടെ അന്തപുരത്തിൽ. കൗസല്യയുടെ അന്തപുരത്തിലാണ് ദശരഥൻ കഴിഞ്ഞത്. ആദ്യ ദിനം എവിടെയാണ് ശ്രീരാമാദികൾ തങ്ങിയത്? വനവാസയാത്രയിൽ ആദ്യ ദിനം തമസാ നദീതീരത്താണ് ശ്രീരാമാദികൾ തങ്ങിയത്. പിന്തുടരുന്ന അയോധ്യാവാസികളെ ഒഴിവാക്കി രാത്രിയിൽ യാത്ര പുറപ്പെട്ട ശ്രീരാമാദികൾ എത്തിച്ചേർന്നത് ആരുടെ സമീപത്താണ്? അവർ എത്തിച്ചേർന്നത് സുഹൃത്തായ ഗുഹന്റെ അടുത്താണ്. ഗുഹന്റെ അടുത്ത്. ഗുഹൻ എവിടുത്തെ രാജാവാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഗുഹൻ എവിടുത്തെ രാജാവാണ്? നൈഷാദ രാജ്യത്തെ രാജാവാണ് ഗുഹൻ. താപസവേഷത്തിന് യോജിക്കുന്ന വിധത്തിൽ മുടി ജട പിടിപ്പിക്കാൻ രാമലക്ഷ്മണന്മാർ ഉപയോഗിച്ചത് എന്താണ്? വടക്ഷീരം. വടക്ഷീരം ഉപയോഗിച്ചാണ് അവർ മുടിയെ ജട പിടിപ്പിച്ചത്. എന്താണ് വടക്ഷീരം? വടക്ഷീരം എന്നാൽ പേരാലിൻ പശ, പേരാലിൻ്റെ പശ. ശ്രീരാമാദികളെ വനവാസത്തിന് തോണിയിൽ കയറ്റി ഗംഗാനദി കടത്തി മറുകരയെ എത്തിച്ചതാര്? ഗുഹൻ. ഗുഹനാണ് ഗംഗാനദിയുടെ മറുകരയിൽ അവരെ എത്തിച്ചത്. വനവാസകാലത്ത് ആദ്യമായി ശ്രീരാമൻ സന്ദർശിച്ചത് ഏതു മുനിയുടെ ആശ്രമമാണ്? ആദ്യമായി എത്തിയത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലാണ്. ഭരദ്വാജ മുനി. ചിത്രകൂടത്തിലെത്തിയ ശ്രീരാമാദികൾ ആരുടെ ആശ്രമത്തിലാണ് അവിടെ ചെന്നെത്തിയത്? ചിത്രകൂടത്തിൽ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ് അവരെത്തിച്ചേർന്നത്. വാൽമീകി താൻ ബ്രഹ്മമുനിയായത് ആരുടെ നാമമഹിമ കൊണ്ടാണ് എന്നാണ് ശ്രീരാമനോട് പറഞ്ഞത്? ശ്രീരാമന്റെ നാമമഹിമ കൊണ്ടാണ് താൻ ബ്രഹ്മമുനിയായത് എന്ന് വാൽമീകി പറഞ്ഞു. കുടുംബത്തെ പോറ്റുന്നതിന് വാൽമീകി മുമ്പ് ഏത് തൊഴിലിൽ ആണ് ഏർപ്പെട്ടിരുന്നത്? കള്ളൻ. അദ്ദേഹം കള്ളനായിരുന്നു മുമ്പ്, കുടുംബത്തെ പോറ്റാൻ. സപ്തർഷിമാരോട് പിടിച്ചുപറിക്കാൻ ചെന്ന വാൽമീകിയോട് സപ്തർഷിമാർ അവർ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം നിങ്ങളും കൂടി പങ്കിട്ടെടുക്കുമോ എന്ന് നിന്റെ കുടുംബത്തോട് ചെന്ന് ചോദിച്ചിട്ട് വരിക എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. വീട്ടുകാരോട് താൻ ചെയ്യുന്ന പാപഫലം അവർ കൂടി പങ്കിടുമോ എന്ന് ചോദിച്ച വാൽമീകിയോട് അവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു? അവരവർ ചെയ്യുന്ന കർമ്മഫലം അവരവർ തന്നെ അനുഭവിക്കണം എന്നാണ് കുടുംബക്കാർ വാൽമീകിയോട് പറഞ്ഞത്. വാൽമീകിയുടെ മനസ്സ് ശുദ്ധമായി മാറിയത് ആരുമായുള്ള സഹവാസത്താലാണ്? മഹാമുനിമാരുമായുള്ള, താപസന്മാരുമായുള്ള സഹവാസത്താലാണ്. വാൽമീകി കണ്ട സപ്തർഷിമാർ ആരൊക്കെയാണ്? വാൽമീകി കണ്ട സപ്തർഷിമാരാണ് മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ എന്നീ 7 മഹർഷിമാർ. തൻ്റെ തെറ്റു മനസ്സിലാക്കി സപ്തർഷിമാരെ അഭയം പ്രാപിച്ച വാൽമീകിക്ക് അവർ ഉപദേശിച്ച മോക്ഷമന്ത്രം എങ്ങനെയായിരുന്നു? മരാ മരാ എന്നു നിത്യം ജപിച്ചിരിക്കുക എന്നാണ് അവർ ഉപദേശിച്ചത്, വാൽമീകിയെ ഉപദേശിച്ചത്. കള്ളനിൽ നിന്നും മുനിയായ വാൽമീകിക്ക് സപ്തർഷികൾ ആ പേര് നൽകാൻ കാരണം, വാൽമീകി എന്ന പേര് നൽകാൻ കാരണം വൽമീകത്തിൽ നിന്നും കിട്ടിയതായതിനാലാണ്. വൽമീകത്തിൽ നിന്നും കിട്ടിയത് കൊണ്ട്. വൽമീകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? എന്താണ് വൽമീകം എന്ന പദത്തിൻ്റെ അർത്ഥം? മൺപുറ്റ്. മൺപുറ്റ് എന്നാണ് അർത്ഥം. ശ്രീരാമാദികൾ വനവാസത്തിനിടെ ആദ്യമായി പർണശാല തീർത്തത് എവിടെയാണ്? ആദ്യമായി അവർ പർണശാല തീർത്തത് ചിത്രകൂടത്തിലാണ്. ചിത്രകൂടം. തനിക്ക് ലഭിച്ചിട്ടുള്ള ശാപത്തെക്കുറിച്ച് ദശരഥൻ ആരോടാണ് പറയുന്നത്? തനിക്ക് ലഭിച്ച ശാപത്തെക്കുറിച്ച് പത്നി കൗസല്യയോടാണ് ദശരഥ രാജാവ് പറയുന്നത്. ദശരഥൻ നായാട്ടിൽ
ഇരുട്ടത്ത് ഏതു ജീവി വെള്ളം കുടിക്കുന്നതാണെന്ന് കരുതിയാണ് അമ്പയച്ചത്. ആന ആന വെള്ളം കുടിക്കുന്നതാണെന്ന് കരുതിയാണ് ഇരുട്ടത്ത് ദശരഥൻ അമ്പയച്ചത്. ദശരഥൻ അയച്ച അമ്പേറ്റ് മരിച്ച കുമാരന്റെ പേര് എന്താണ്? ശ്രാവണകുമാരൻ. ദശരഥന്റെ അമ്പേറ്റ് മരിച്ച കുമാരനാണ് ശ്രാവണകുമാരൻ. ദശരഥൻ ശബ്ദം കേട്ട ദിക്കു നോക്കി അയച്ച അമ്പിന്റെ പേര് എന്താണ്? നാദഭേദി. നാദഭേദി എന്നാണ് അമ്പിന്റെ പേര്. ശ്രാവണകുമാരൻ അരുവിയിൽ കുടവുമായി വെള്ളം ശേഖരിക്കാൻ ചെന്നത് എന്തിനായിരുന്നു? മാതാപിതാക്കളുടെ ദാഹം മാറ്റാൻ. തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളുടെ ദാഹം മാറ്റാൻ. ശ്രാവണകുമാരന്റെ മാതാപിതാക്കളുടെ പേരെന്താണ്? ശ്രാവണകുമാരന്റെ വൃദ്ധരായ മാതാപിതാക്കളുടെ പേരുകളാണ് ശന്തനു, ജ്ഞാനവന്തി എന്നിവ. ശന്തനുവും ജ്ഞാനവന്തിയും. ശ്രാവണകുമാരൻ വൃദ്ധ മാതാപിതാക്കളുമായി എവിടേക്ക് യാത്ര പോവുകയായിരുന്നു? മാതാപിതാക്കളുമായി തീർത്ഥയാത്ര പോവുകയായിരുന്നു. മകന്റെ ചിതയിൽ ചാടി മരിക്കും മുമ്പ് ശ്രാവണകുമാരന്റെ വൃദ്ധ മാതാപിതാക്കൾ ദശരഥനെ ശപിച്ചതെന്ത്? ദശരഥനെ അവർ നീയും പുത്രശോകത്താൽ മരിക്കും എന്ന് ശപിച്ചു. അങ്ങനെയൊരു ശാപം ദശരഥന് കിട്ടി. ദശരഥന്റെ മരണവേളയിൽ രാമലക്ഷ്മണന്മാർ വനവാസത്തിലായിരിക്കെ ഭരതശത്രുഘ്നന്മാർ എവിടെയായിരുന്നു? ഭരതശത്രുഘ്നന്മാർ അവരുടെ അമ്മയുടെ കേകയ രാജ്യത്ത്, അമ്മാവൻ യുധാജിത്തിനൊപ്പമായിരുന്നു അവർ. പിതാവിന്റെ മരണത്തിനിടയാക്കിയ സംഭവങ്ങളെക്കുറിച്ച് മാതാവിൽ നിന്നറിഞ്ഞ ഭരതന്റെ പ്രതികരണം എന്തായിരുന്നു? മാതാവിൽ നിന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞ ഭരതൻ കോപം കൊണ്ട് ജ്വലിച്ചു. കോപം കൊണ്ട് ജ്വലിക്കുകയാണ് ഉണ്ടായത്. ഭരതൻ ഗുരുവിനോടും ഗുരുപത്നിയോടും മാതാക്കളോടും സൈന്യത്തോടുമൊപ്പം വനയാത്രക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്തിന്? ശ്രീരാമനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ആണ് പുറപ്പെട്ടത്. ശ്രീരാമൻ തിരിച്ചു വരുന്നതുവരെ അദ്ദേഹത്തിന്റെ പ്രതീകമായി ഭരതൻ ചോദിച്ചു വാങ്ങിയത് എന്താണ്? ശ്രീരാമന്റെ മെതിയടികളാണ് ഭരതൻ ചോദിച്ചു വാങ്ങിയത്. 14 വർഷത്തെ വനവാസം പൂർത്തിയായതിൻ്റെ തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ ശ്രീരാമൻ അയോധ്യയിൽ എത്താത്ത പക്ഷം എന്തു ചെയ്യുമെന്നാണ് ഭരതൻ ശ്രീരാമനോട് പറഞ്ഞത്? താൻ അഗ്നിയിൽ ചാടി മരിക്കും. താൻ അഗ്നി കൂട്ടി ആ അഗ്നിയിൽ ചാടി മരിക്കുമെന്നാണ് ഭരതൻ പറഞ്ഞത്. ഭരതനും ശത്രുഘ്നനും താപസവേഷം ധരിച്ച് എവിടെയാണ് 14 വർഷവും ശ്രീരാമപാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ച് കഴിഞ്ഞത്? അത് അയോധ്യയിലായിരുന്നില്ല. എവിടെയായിരുന്നു? നന്ദിഗ്രാമത്തിൽ. നന്ദിഗ്രാമത്തിലാണ് ശ്രീരാമ സിംഹാസനത്തിൽ പാദുകങ്ങൾ വെച്ച് പൂജിച്ച് കഴിഞ്ഞത്. അയോധ്യാവാസികൾ വന്നെത്തുമെന്നതുകൊണ്ട് ശ്രീരാമാദികൾ ചിത്രകൂടം വിട്ട് എവിടേക്കാണ് യാത്ര തിരിച്ചത്? ദണ്ഡകാരണ്യത്തിലേക്ക്. ദണ്ഡകാരണ്യത്തിലേക്ക് യാത്ര തിരിച്ചു. ദണ്ഡകാരണ്യത്തിലേക്കുള്ള യാത്രയിൽ ശ്രീരാമാദികൾ ആദ്യം താമസിച്ചത് ഏതു മുനിയുടെ ആശ്രമത്തിലാണ്? അത്രി മഹർഷി. അത്രി മഹർഷിയുടെ ആശ്രമത്തിലാണ് ദണ്ഡകാരണ്യത്തിലേക്കുള്ള യാത്രയിൽ താമസിച്ചത്. സീതയ്ക്ക് വിശ്വകർമാവ് നിർമ്മിച്ച പട്ടുവസ്ത്രവും കുണ്ടലവും അംഗരാഗങ്ങളും നൽകിയതാരാണ്? അനസൂയ. അത്രി മഹർഷിയുടെ, അത്രി മുനിയുടെ പത്നിയായ അനസൂയയാണ് ഇവ സീതയ്ക്ക് നൽകിയത്. ഇനി ആരണ്യകാണ്ഡത്തിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ശ്രീരാമന്റെ വനവാസകാലത്തെ ദണ്ഡകാരണ്യത്തിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ഏതു കാണ്ഡത്തിലാണ് വിവരിക്കുന്നത്? ആരണ്യകാണ്ഡം. ആരണ്യകാണ്ഡത്തിലാണ് ദണ്ഡകാരണ്യത്തിൽ വെച്ച് ശ്രീരാമനുമായി ആദ്യമായി എതിരിട്ട രാക്ഷസൻ ആരാണ്? വിരാധൻ. വിരാധൻ എന്ന രാക്ഷസനാണ്. ആരുടെ ശാപം മൂലമാണ് വിദ്യാധരൻ വിരാധൻ എന്ന രാക്ഷസനായത്? ദുർവാസാവ് മഹർഷിയുടെ ശാപത്താലാണ്. ദണ്ഡകാരണ്യത്തിൽ ശ്രീരാമൻ ആദ്യമായി സന്ദർശിച്ച മുനി ആരാണ്? ശരഭംഗമുനി. ദണ്ഡകാരണ്യത്തിൽ വെച്ച് ശ്രീരാമൻ ആദ്യം കണ്ട മുനിയാണ് ശരഭംഗമുനി. ദണ്ഡകാരണ്യത്തിൽ മുനിമാർ
കാട്ടിക്കൊടുത്ത പർണശാലകളിൽ എന്താണ് ശ്രീരാമന് കാണാൻ കഴിഞ്ഞത്? രാക്ഷസന്മാർ കൊന്ന മുനിമാരുടെ എല്ലും തലയോട്ടിയും കൂടിക്കിടക്കുന്നത് കാണാൻ കഴിഞ്ഞു. ദണ്ഡകാരണ്യത്തിൽ ശ്രീരാമൻ ചെന്നു കണ്ട അഗസ്ത്യമുനിയുടെ ശിഷ്യൻ ആരാണ്? സുതീക്ഷ്ണൻ എന്ന അഗസ്ത്യമുനിയുടെ ശിഷ്യനെ അവിടെ കണ്ടു. സുതീക്ഷ്ണ മുനിയോടൊപ്പം ശ്രീരാമാദികൾ സന്ദർശിച്ചത് ഏതു മുനിയെയാണ്? അഗസ്ത്യനെ തന്നെയാണ് ചെന്ന് കണ്ടത്. അഗസ്ത്യമുനിയെയാണ് ചെന്ന് കണ്ടത്. പഞ്ചവടിയിൽ ആശ്രമം നിർമ്മിച്ചു വസിക്കാൻ ആരാണ് ശ്രീരാമനോട് ഉപദേശിച്ചത്? അഗസ്ത്യമുനിയാണ് പഞ്ചവടിയിൽ ആശ്രമം നിർമ്മിക്കാൻ ഉപദേശിച്ചത്. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയോ ഇഷ്ടനായ വയസ്സേനറിഞ്ഞാലും. ആരാണ് ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞത്? താൻ വധിക്കപ്പെടേണ്ടതല്ല, അങ്ങയുടെ പിതാവിന്റെ ചെറുപ്പത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണെന്ന് പറഞ്ഞത് ആരാണ്? ജടായുവാണ് ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞത്. വനത്തിൽ രാമ ലക്ഷ്മണന്മാരെ കണ്ട ശൂർപ്പണഖ സ്വയം പരിചയപ്പെടുത്തി ഇഷ്ടം അറിയിച്ചത് ആരോടാണ്? ശ്രീരാമനോടാണ് ശൂർപ്പണഖ തന്നെ പരിചയപ്പെടുത്തി തൻ്റെ ഇഷ്ടം അറിയിച്ചത്. ശ്രീരാമനും ലക്ഷ്മണനും മാറി മാറി തന്നെ തള്ളിക്കളഞ്ഞതിൽ കോപാകുലയായ ശൂർപ്പണഖ സീതയെ ആക്രമിക്കാനടുത്തപ്പോൾ ലക്ഷ്മണൻ എന്തു ചെയ്തു? ശൂർപ്പണഖയുടെ മുലയും മൂക്കുമെല്ലാം ലക്ഷ്മണൻ ഛേദിച്ചു കളഞ്ഞു. ആദ്യമായി ശ്രീരാമനോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട രാക്ഷസർ ആരൊക്കെയാണ്? ശ്രീരാമനുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട രാക്ഷസന്മാർ ഖരൻ, ദൂഷണൻ, ത്രിശിരാവ് എന്നീ 3 പേരാണ്. ശ്രീരാമ ലക്ഷ്മണാദികളെക്കുറിച്ചും സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ചും നേരിട്ട് തോൽപ്പിക്കാൻ പറ്റാത്തതിനാൽ അവളെ മായാശക്തി കൊണ്ട് തട്ടിക്കൊണ്ടുവന്ന് ഭാര്യയാക്കണമെന്നും രാവണനോട് പറഞ്ഞത് ആര്? ശൂർപ്പണഖ. സഹോദരിയായ ശൂർപ്പണഖയാണ് ഇക്കാര്യങ്ങളെല്ലാം രാവണനോട് ആവശ്യപ്പെട്ടത്. സീതയെ തട്ടിക്കൊണ്ടുവരാനായി രാവണൻ ആരുടെ ആശ്രമത്തിൽ ചെന്നാണ് സഹായം തേടിയത്? മാരീചന്റെ ആശ്രമത്തിൽ ചെന്ന്. രാവണന്റെ അമ്മാവനാണ് മാരീചനോടാണ് സഹായം തേടിയത്. രാവണൻ ഭിക്ഷുരൂപത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നതിനാൽ അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കാനും പകരം മായാസീതയെ പർണശാലയിൽ നിർത്താനും ആരാണ് സീതയോട് പറഞ്ഞത്? ശ്രീരാമൻ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം സീതയോട് മുൻകൂട്ടി പറഞ്ഞത്. സ്വർണവർണ്ണമാർന്ന മനോഹരമായ മാനിനെ കണ്ട സീത ശ്രീരാമനോട് ആവശ്യപ്പെട്ടത് എന്ത്? മാനിനെ പിടിച്ചു കൊണ്ടുവന്നു തരാനാണ് ആവശ്യപ്പെട്ടത്. മാനിനെ പിടിച്ചു കൊണ്ടുവരാൻ. മാനിനെ പിടിക്കാനിറങ്ങിയ ശ്രീരാമൻ സീതയുടെ സംരക്ഷണം ആരെയാണ് ഏൽപ്പിച്ചത്? തൻ്റെ അനുജനായ ലക്ഷ്മണനെയാണ് ഏൽപ്പിച്ചത്. രാമബാണമേറ്റ് വീണ മാരീചൻ ലക്ഷ്മണനെ വിളിച്ചു കരഞ്ഞത് ഏതു ശബ്ദത്തിലാണ്? ശ്രീരാമന്റെ ശബ്ദത്തിൽ. രാമബാണമേറ്റ മാരീചൻ ശ്രീരാമന്റെ ശബ്ദത്തിലാണ് വിളിച്ചു കരഞ്ഞത്. മാരീചൻ ശ്രീരാമ ശബ്ദത്തിൽ കരഞ്ഞത് കേട്ട് സീത ലക്ഷ്മണനോട് അന്വേഷിച്ച് ചെല്ലാൻ പറഞ്ഞത് കേട്ടപ്പോൾ ലക്ഷ്മണൻ സീതയോട് എന്താണ് പറഞ്ഞത്? രാമനൊരാപത്തും വരില്ല, പൊന്മാനായി വന്ന മാരീചന്റെ വിദ്യയാണ്, എന്നെ അകറ്റി അവിടുത്തെ കൊണ്ടുപോകാനാണ് ഈ വിദ്യ എന്നാണ് പറഞ്ഞത്. ഒടുവിൽ സീതയുടെ ശകാര വാക്കുകൾ കേട്ട് സഹിക്കാതെ ലക്ഷ്മണൻ സീതയുടെ രക്ഷ ആരെ ഏൽപ്പിച്ചാണ് പോയത്? ലക്ഷ്മണൻ അവിടെ വിട്ടുപോകുമ്പോൾ സീതയുടെ രക്ഷ വനദേവതമാരെയാണ് ഏൽപ്പിച്ചത്. വനദേവതമാരെ. സീതയെ തട്ടിക്കൊണ്ടുപോവാൻ രാവണൻ ഏതു രൂപത്തിലാണ് ആശ്രമത്തിലെത്തിയത്? ആശ്രമത്തിലേക്ക് രാവണൻ ഒരു ഭിക്ഷുവിൻ്റെ രൂപത്തിലാണ് വന്നത്. ഭിക്ഷുവിൻ്റെ രൂപത്തിൽ. സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോകവേ ആക്രമിച്ച ജടായുവിനെ രാവണൻ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം എന്തായിരുന്നു? ഏത് ആയുധമാണ് ഉപയോഗിച്ചത്? ചന്ദ്രഹാസം എന്ന വാളാണ് രാവണൻ ജടായുവിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചത്. രാവണന് ചന്ദ്രഹാസം നൽകിയതാര്?
പരമശിവൻ. പരമശിവനാണ് രാവണന് ചന്ദ്രഹാസം നൽകിയത്. രാവണനോട് ഏറ്റുമുട്ടിയ ജടായുവിന് നഷ്ടമായത് എന്ത്? തൻ്റെ ചിറകുകൾ. ജടായുവിന് തൻ്റെ ചിറകുകൾ നഷ്ടമായി. ജടായുവിന് സീതാദേവി നൽകിയ അനുഗ്രഹം എന്താണ്? തൻ്റെ ഭർത്താവിനെ കണ്ട് വിവരം പറയും വരെ മരിക്കില്ല എന്ന അനുഗ്രഹം നൽകി. രാവണൻ തട്ടിക്കൊണ്ടുപോകവേ ആഭരണങ്ങൾ ഉത്തരീയ ഖണ്ഡത്തിൽ പൊതിഞ്ഞ് സീതാദേവി താഴേക്കിട്ടത് ആരെ കണ്ടിട്ടാണ്? പഞ്ചവാനരന്മാരെ കണ്ടാണ്. പഞ്ചവാനരന്മാരെ കണ്ടിട്ട്. ആരൊക്കെയാണ് പഞ്ചവാനരന്മാർ? പഞ്ചവാനരന്മാർ സുഗ്രീവൻ, ജാംബവാൻ, ഹനുമാൻ, ജ്യോതിർമുഖൻ, വേഗദർശി എന്നിവരാണ്. രാവണൻ തെക്കുദിക്കിലേക്കാണ് സീതാദേവിയെ കൊണ്ടുപോയത് എന്ന വിവരം ആരാണ് ശ്രീരാമനെ അറിയിച്ചത്? ഈ വിവരങ്ങൾ ശ്രീരാമനെ അറിയിച്ചത് ജടായുവാണ്. ജടായു. വലിയ 2 കൈകളും ഉദരത്തിൽ മുഖവും ഒപ്പം കാലും തലയുമില്ലാത്ത വികൃതരൂപിയായ രാക്ഷസരൂപമേത്? കബന്ധൻ. കബന്ധൻ എന്ന രാക്ഷസന്റെ രൂപമാണ് ഈ പറഞ്ഞത്. ഏതു മുനിയെ പരിഹസിച്ചതിനാലാണ് കബന്ധന് രാക്ഷസനായി തീരട്ടെ എന്ന ശാപം കിട്ടിയത്? അഷ്ടാവക്രമുനി. അഷ്ടാവക്രമുനിയെ പരിഹസിച്ചതിനാലാണ്. ആരാണ് കബന്ധന്റെ തലയറുത്ത് ഉദരത്തിൽ വെച്ചത്? ദേവേന്ദ്രൻ. ദേവേന്ദ്രനാണ് കബന്ധന്റെ തല ഉദരത്തിലെടുത്തു വെച്ചത്. ഏത് ആയുധം ഉപയോഗിച്ചാണ് ദേവേന്ദ്രൻ കബന്ധന്റെ ശിരസ് അറുത്തത്? വജ്രായുധം ഉപയോഗിച്ചാണ് കബന്ധന്റെ ശിരസ് അറുത്തത്. തല വെട്ടിയിട്ടും കബന്ധൻ മരിക്കാതിരിക്കാൻ കാരണം എന്താണ്? ബ്രഹ്മാവിൻ്റെ വരം. ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ വരം. കബന്ധന്റെ 2 കൈകളും അറുത്തുകളഞ്ഞതാര്? ശ്രീരാമനും ലക്ഷ്മണനും ചേർന്നാണ് കബന്ധന്റെ 2 കൈകളും അറുത്തുകളഞ്ഞത്. കബന്ധൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? കബന്ധൻ എന്ന രാക്ഷസൻ യഥാർത്ഥത്തിൽ ഗന്ധർവനായിരുന്നു. മതംഗാശ്രമത്തിൽ രാമലക്ഷ്മണന്മാർ കണ്ടുമുട്ടിയ തപസ്വിനി ആരാണ്? ശബരി. ശബരിയാണ്. ശബരി ശ്രീരാമനെ സൽക്കരിക്കാനായി നൽകിയത് എന്താണ്? ശബരി ശ്രീരാമന് ഫലങ്ങളാണ് സൽക്കരിക്കുമ്പോൾ നൽകിയത്. ശബരി ജീവത്യാഗം ചെയ്തത് എങ്ങനെയായിരുന്നു? അഗ്നിപ്രവേശം ചെയ്ത്. അഗ്നിപ്രവേശത്തിലൂടെ. സീതാദേവിയെ കൊണ്ടുപോയത് ലങ്കയിലേക്ക് രാവണനാണെന്ന് ദിവ്യദൃഷ്ടിയിൽ കണ്ട് വിവരം ശ്രീരാമനെ അറിയിച്ചതാര്? വിവരങ്ങൾ ശ്രീരാമനെ അറിയിച്ചത് ശബരിയാണ്. ശബരി. കാര്യങ്ങളെല്ലാം നടക്കാൻ ആരോട് സഖ്യം ചെയ്യാനാണ് ശബരി ശ്രീരാമനോട് പറഞ്ഞത്? സുഗ്രീവനോട്. സുഗ്രീവനോട് സഖ്യം ചെയ്യുക. കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് നോക്കാം. അതിലെ ചോദ്യങ്ങളാണ് ഇനി. ഋഷ്യമൂകത്തിലേക്ക് വരുന്നത് ആരെന്നറിയാൻ സുഗ്രീവൻ ആരോടാണ് അന്വേഷിച്ചു വരാൻ ഏൽപ്പിച്ചത്? ഹനുമാനെയാണ് സുഗ്രീവൻ ഏൽപ്പിച്ചത്. ഹനുമാൻ. ഹനുമാൻ ഏതു രൂപത്തിലാണ് ശ്രീരാമ ലക്ഷ്മണന്മാരുടെ സമീപത്തെത്തിയത്? ഹനുമാൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ. ബ്രാഹ്മണന്റെ രൂപത്തിൽ. ഹനുമാൻ ശ്രീരാമ ലക്ഷ്മണന്മാരെ സുഗ്രീവ സന്നിധിയിലേക്ക് എത്തിച്ചത് എങ്ങനെയായിരുന്നു? തൻ്റെ 2 ചുമലിലും വഹിച്ചാണ് ഹനുമാൻ അവരെ സുഗ്രീവ സന്നിധിയിൽ എത്തിച്ചത്. ശ്രീരാമന് സുഗ്രീവൻ സമർപ്പിച്ച സീതാദേവിയുടേതായ വസ്തുക്കൾ എന്തൊക്കെ? ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളാണ് ശ്രീരാമന് നൽകിയത്. ആരെ സാക്ഷിയാക്കിയാണ് ശ്രീരാമ സുഗ്രീവന്മാർ പരസ്പരം സഹായിക്കാൻ സഖ്യം ചെയ്തത്? അഗ്നിയെ സാക്ഷിയാക്കി. അഗ്നിസാക്ഷിയായി. ശ്രീരാമ സുഗ്രീവന്മാരെ സഖ്യം ചെയ്യിക്കുന്നതിന് മുൻകൈയെടുത്തതാര്? അതിന് മുൻകൈയെടുത്തത് ഹനുമാനാണ്. ഹനുമാൻ. സുഗ്രീവന്
കിഷ്കിന്ധയിലെ രാജാവായ ബാലിയുമായുള്ള ബന്ധം എന്താണ്? ബാലി സുഗ്രീവന്റെ സഹോദരൻ. മായാവി എന്ന അസുരൻ ആരുടെ പുത്രനാണ്? മായാവി എന്ന അസുരൻ മയൻ എന്ന അസുരന്റെ പുത്രനാണ്. തന്നെ പോരിന് വിളിച്ച മായാവി എന്ന അസുരനെ പിന്തുടർന്ന് ബാലി ഗുഹയിൽ കയറുമ്പോൾ പുറത്ത് കാവൽ നിർത്തിയതാരെ? സുഗ്രീവനെയാണ് കാവൽ നിർത്തിയത്. പോരിൽ മായാവിയെ വധിച്ചാൽ ഗുഹയ്ക്ക് പുറത്ത് എന്താണ് സുഗ്രീവന് കാണാനാവുക? ഗുഹയിൽ നിന്നും പാൽ ഒഴുകി വരുന്നത് കാണാൻ കഴിയും. പാൽ ഒഴുകി വരും മായാവിയെ വധിച്ചാൽ. പോരിൽ താൻ കൊല്ലപ്പെട്ടാൽ സുഗ്രീവന് എന്തു കാണാം എന്നാണ് ബാലി പറഞ്ഞത്? ചോര പുറത്തേക്ക് ഒഴുകി വരും. ചോര ഒഴുകി വരുന്നത് കണ്ടാൽ താൻ കൊല്ലപ്പെട്ടെന്ന് കരുതി എന്തു ചെയ്യാനാണ് ബാലി സുഗ്രീവനോട് പറഞ്ഞത്? ഗുഹാമുഖം പാറക്കല്ലുകൊണ്ടടച്ച് പോയി കിഷ്കിന്ധ ഭരിക്കുക എന്നാണ് ബാലി സുഗ്രീവനോട് പറഞ്ഞത്. അസുരൻ കൊല്ലപ്പെട്ടപ്പോൾ പാലിനു പകരം ചോര ഒഴുകി വന്നത് ആരുടെ ശക്തി കൊണ്ടാണ്? മായാവിയുടെ മായാശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്. ബാലിക്ക് തന്നെ എതിർക്കുന്നവരുടെ പകുതി ശക്തി കൂടി ലഭിക്കും എന്നുള്ള വരം ലഭിച്ചത് ആരിൽ നിന്നാണ്? ദേവേന്ദ്രനിൽ നിന്ന്. ബാലിക്ക് ഇങ്ങനെയൊരു വരം ലഭിച്ചത് ദേവേന്ദ്രനിൽ നിന്നാണ്. ബാലി മരിച്ചെന്നു കരുതി രാജ്യാധികാരം ഏറ്റെടുത്ത സുഗ്രീവൻ ബാലി തിരിച്ചു വന്നപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടത് എവിടേക്കാണ്? ബാലികേറ മലയിലേക്കാണ് രക്ഷപ്പെട്ടത്. ബാലികേറ മല എന്നറിയപ്പെടുന്ന മല ഏതാണ്? ഋഷ്യമൂകാചലത്തിനെയാണ്. നീ ഇനി ഋഷ്യമൂകാചലത്തിൽ കാലുകുത്തിയാൽ തല പൊട്ടിത്തെറിച്ചു ചാവും എന്ന് ബാലിയെ ശപിച്ചതാര്? ബാലിക്ക് അങ്ങനെ ഒരു ശാപം നൽകിയത് ആരാണ്? മദംഗമുനിയാണ് ബാലിക്ക് ഇങ്ങനെ ഒരു ശാപം നൽകിയത്. മദംഗമുനിയുടെ ആശ്രമം എവിടെയായിരുന്നു? മദംഗമുനിയുടെ ആശ്രമം മദംഗവനത്തിലായിരുന്നു. മദംഗവനം ഏതു മലയിലാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഋഷ്യമൂകാചലത്തിലാണ് മദംഗവനം ഉണ്ടായിരുന്നത്. പോത്തിന്റെ രൂപത്തിൽ തന്നെ എതിർത്ത ഏതസുരന്റെ തലയാണ് ബാലി മദംഗാശ്രമ പരിസരത്തേക്ക് വലിച്ചെറിഞ്ഞത്? തന്നെ എതിർത്ത ദുന്ദുഭി എന്ന അസുരന്റെ തല. ഋഷ്യമൂകത്തിൽ മന്ദരം പോലെ കിടക്കുന്ന തല ആരുടേതാണ്? ദുന്ദുഭി എന്ന അസുരന്റെ തലയാണ് അവിടെ അങ്ങനെ കിടക്കുന്നത്. ബാലി തന്റെ ശക്തി പരീക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന വൃക്ഷങ്ങൾ ഏതാണ്? 7 കരിമ്പനകൾ, സപ്തസാലങ്ങളാണ് തന്റെ ശക്തി പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത്. സുഗ്രീവൻ ശ്രീരാമന്റെ അസാമാന്യ കരുത്തിനെ അറിഞ്ഞതെങ്ങനെ? ദുന്ദുഭിയുടെ തല കാൽവിരൽ കൊണ്ട് മുകളിലേക്ക് എറിഞ്ഞു. ബാലിയുടെ സപ്തസാലങ്ങൾ അമ്പുകൊണ്ട് പിളർന്നു. ഈ 2 കാര്യങ്ങളാണ്. ബാലിയുടെ മാതാപിതാക്കൾ ആരെല്ലാം? ബാലിയുടെ മാതാപിതാക്കൾ പിതാവ് ദേവേന്ദ്രൻ, മാതാവ് അരുണ എന്നിവരാണ്. സുഗ്രീവന്റെ മാതാപിതാക്കൾ ആരെല്ലാം? സുഗ്രീവന്റെ മാതാപിതാക്കൾ പിതാവ് സൂര്യദേവനും മാതാവ് അരുണയും. ബാലി സുഗ്രീവ യുദ്ധത്തിൽ ശ്രീരാമന് ബാലിക്കെതിരെ അസ്ത്രമെയ്യാൻ കഴിയാതെ പോയതിന് കാരണം എന്താണ്? ആളെ വേർതിരിച്ചറിയാൻ പറ്റാത്തതിനാൽ. ബാലിയെയും സുഗ്രീവനെയും വേർതിരിച്ചറിയാൻ പറ്റാത്തതിനാലാണ്. രണ്ടാമതും ബാലിയുമായി പോരിനിറങ്ങിയപ്പോൾ സുഗ്രീവന് എന്ത് അടയാളമാണ് നൽകിയത്? കഴുത്തിൽ ഒരു പുഷ്പഹാരം അണിയിച്ചു. സുഗ്രീവന്റെ കഴുത്തിൽ പുഷ്പമാല അണിയിച്ചു. ബാലിയുടെ ഭാര്യയുടെ പേര്? ബാലിയുടെ ഭാര്യയുടെ പേരാണ് താരയാണ്. ബാലിയുടെ പുത്രൻ ആര്? ബാലിയുടെ പുത്രന്റെ പേര് അങ്കദനാണ്. സുഗ്രീവന്റെ പത്നി ആര്? സുഗ്രീവന്റെ പത്നിയുടെ പേര് രുമയാണ്. ബാലിയുടെ മരണശേഷം കിഷ്കിന്ധയിൽ ആരാണ്
രാജാവായത്? സുഗ്രീവനാണ് രാജാവായത്. ആരാണ് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവായി അഭിഷേകം ചെയ്തത്? സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്തത് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ. ശ്രീരാമൻ തൻ്റെ പൂജാവിധികൾ ആർക്കാണ് ഉപദേശിച്ചത്? ലക്ഷ്മണന്. ശ്രീരാമൻ ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുത്തു. കിഷ്കിന്ധയിലെ യുവരാജാവായി അഭിഷേകം ചെയ്തത് ആരെയാണ്? അംഗദനെ. കിഷ്കിന്ധയിലെ യുവരാജാവായി അംഗദനെ അഭിഷേകം ചെയ്തു. ശ്രീരാമനുമായി ചെയ്ത സത്യം ഹനുമാൻ ഓർമ്മിപ്പിച്ചപ്പോൾ ഭയന്ന സുഗ്രീവൻ എന്തു നടപടിയാണ് സ്വീകരിച്ചത്? ഒരു പക്ഷത്തിനകം രാജ്യത്തെ വാനരവീരരെ ഒന്നടങ്കം കിഷ്കിന്ധയിൽ എത്തിച്ചേരാൻ വിളിച്ചു. ഒരു പക്ഷം, അതായത് 2 ആഴ്ച. ഒരു പക്ഷത്തിനകം, അതായത് 14 ദിവസത്തിനകം കിഷ്കിന്ധയിൽ എത്താഞ്ഞാൽ എന്ത് ശിക്ഷ നൽകുമെന്നാണ് സുഗ്രീവാജ്ഞ? വധശിക്ഷ ഉറപ്പ്. അങ്ങനെ എത്താത്ത വാനരർക്ക് വധശിക്ഷ നൽകും. സീതാന്വേഷണ കാര്യം സുഗ്രീവനെ ഓർമ്മിപ്പിക്കാൻ ശ്രീരാമൻ ആരെയാണ് അയച്ചത്? ശ്രീരാമൻ തൻ്റെ സഹോദരൻ ലക്ഷ്മണനെയാണ് അയച്ചത്. സീതാദേവിയെ തിരഞ്ഞ് നാനാദിക്കിലേക്ക് അയച്ച വാനര സംഘങ്ങൾക്ക് എത്ര ദിവസത്തിനകം കണ്ടെത്തി വിവരമറിയിക്കണമെന്നാണ് സുഗ്രീവാജ്ഞ? 30 ദിവസം. 30 ദിവസത്തിനകം സീതയ്ക്ക് നൽകാനായി ശ്രീരാമനാമമുള്ള മോതിരവും അടയാളവാക്യവും ശ്രീരാമൻ കൊടുത്തേൽപ്പിച്ചത് ആരെയാണ്? ആരുടെ കയ്യിലാണ്? ഹനുമാൻ. ഹനുമാന്റെ കയ്യിലാണ് നൽകിയത്. സീതാന്വേഷണത്തിന് പോയ വാനരന്മാർ എത്തിയ സ്വർണമയമായ ഗുഹയിൽ വസിച്ചിരുന്നത് ആരായിരുന്നു? ആ ഗുഹയിൽ ഉണ്ടായിരുന്നത് സ്വയംപ്രഭ ആയിരുന്നു. സ്വയംപ്രഭ. ആരാണ് സീതാന്വേഷണത്തിന് പോകുന്ന വാനരന്മാർ ഗുഹയിലെത്തുമെന്ന് സ്വയംപ്രഭയോട് മുൻകൂട്ടി പറഞ്ഞിരുന്നത്? ഹേമ. ഹേമയാണ്. ഹേമ എന്ന തപസ്വിനി ആരുടെ പുത്രിയാണ്? ഹേമ ആരുടെ പുത്രിയാണ്? വിശ്വകർമാവിന്റെ പുത്രിയാണ് ഹേമ. സ്വയംപ്രഭ ആരുടെ പുത്രിയാണ്? സ്വയംപ്രഭ ഒരു ഗന്ധർവന്റെ പുത്രിയാണ് സ്വയംപ്രഭ. തന്നെ സന്ദർശിച്ച സ്വയംപ്രഭയോട് എവിടെ ചെന്ന് തപസ്സു ചെയ്ത് മോക്ഷം നേടാനാണ് ശ്രീരാമൻ ഉപദേശിച്ചത്? ബദരി ആശ്രമത്തിൽ ചെന്ന്. സ്വയംപ്രഭയോട് ബദരി ആശ്രമത്തിൽ ചെല്ലാനാണ് ഉപദേശിച്ചത്. ദക്ഷിണ സമുദ്ര തീരത്തെത്തിയ വാനരന്മാർ സീതാന്വേഷണം വിജയം കാണാത്തതിൽ നിരാശരായി എന്തു ചെയ്യാനാണ് ഒരുങ്ങിയത്? അവർ ഉപവാസം ചെയ്ത് മരിക്കാനാണ് തീരുമാനിച്ചത്. ആരുടെ പേരുച്ചരിച്ചത് കേട്ടാണ് സമ്പാദി വാനരന്മാരുടെ സമീപത്ത് എത്തിച്ചേർന്നത്? തൻ്റെ അനുജൻ ജടായുവിൻ്റെ പേര് വാനരന്മാർ പറയുന്നത് കേട്ട്. ലങ്കാപുരിയിലെ അശോകവനിയിൽ രാക്ഷസി ജനമധ്യേ സീതാദേവിയുണ്ടെന്ന് ആരാണ് വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്തത്? കഴുകനായ സമ്പാദിയാണ് ഈ വിവരം വാനരന്മാർക്ക് നൽകിയത്. ലങ്കയിലേക്ക് സമുദ്രം കടക്കാൻ എത്ര ദൂരമാണുള്ളത്? 100 യോജന. 100 യോജന സമുദ്രം കടക്കണം. ജടായുവുമായി മത്സരിച്ച് ഉയരത്തിൽ പറന്ന സമ്പാദിയുടെ ചിറകുകൾക്ക് എന്തു സംഭവിച്ചു? സൂര്യന്റെ ചൂടേറ്റ് ചിറകുകൾ കരിഞ്ഞുപോയി. ചിറകു കരിഞ്ഞ സമ്പാദി ചെന്നു വീണത് ഏതു മുനിയുടെ ആശ്രമ പരിസരത്തായിരുന്നു? സമ്പാദി നിശാകര മുനിയുടെ ആശ്രമ പരിസരത്താണ് ചെന്നു വീണത്. നിശാകര മുനി. ലങ്കയിലുള്ള സീതാദേവിയുടെ വിവരം വാനരന്മാരോട് പറഞ്ഞ സമ്പാദിക്കുണ്ടായ മാറ്റമെന്ത്? ചിറകുകൾ മുളച്ചു വന്നു. പുതിയ ചിറകുകൾ ഉണ്ടായി വന്നു. മഹാവിഷ്ണുവിൻ്റെ ഏത് അവതാരത്തെയാണ് ജാമ്പവാൻ 21 വട്ടം പ്രദക്ഷിണം ചെയ്തത്? വാമനാവതാരത്തെ. 21 വട്ടം. ഹനുമാനെ സ്വന്തം ശക്തി ഓർമ്മിപ്പിക്കുവാൻ ആരാണ് ചരിത്രം ഹനുമാനെ പറഞ്ഞു കേൾപ്പിച്ചത്? ജാമ്പവാൻ.
ഹനുമാന്റെ ശക്തി ഓർമ്മിപ്പിച്ചത് ജാംബവാൻ ആണ്. ജനിച്ച ഉടനെ പഴമെന്നു കരുതി ഭക്ഷിക്കാൻ ഹനുമാൻ എന്തിനു നേരെയാണ് ചാടിയത്? സൂര്യനു നേരെ ചാടി. സൂര്യനെ ഭക്ഷിക്കാനായി ചാടിയ ഹനുമാനെ വജ്രായുധം കൊണ്ട് വെട്ടി വീഴ്ത്തിയതാര്? ദേവേന്ദ്രൻ. ദേവേന്ദ്രന്റെ ആയുധമാണ് വജ്രായുധം. ഏതു മഹർഷിയുടെ അസ്ഥി കൊണ്ടാണ് വജ്രായുധം നിർമ്മിച്ചിരിക്കുന്നത്? ദധീചി മഹർഷിയുടെ, ദധീചിയുടെ അസ്ഥി കൊണ്ട്. വജ്രായുധം നിർമ്മിച്ചത് ഏത് അസുരനെ വധിക്കാൻ വേണ്ടിയായിരുന്നു? വൃത്രാസുരനെ വധിക്കാനാണ് വജ്രായുധം നിർമ്മിച്ചത്. ആരാണ് വജ്രായുധം നിർമ്മിച്ചത്? വിശ്വകർമാവ്, ദേവശില്പി വിശ്വകർമാവ്. വജ്രായുധം ഹനുവിൽ, അതായത് താടിയിൽ തട്ടിയ ഹനുമാന് ലഭിച്ച പേര് ഹനുമാൻ. ഹനുമാൻ വജ്രായുധമേറ്റ ഹനുമാന് എന്ത് സംഭവിച്ചു? മരണം സംഭവിച്ചു. ഹനുമാന് മരണമുണ്ടായി. ഹനുമാന്റെ ശരീരവുമായി പാതാളത്തിലെത്തിയ വായുദേവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഹനുമാനെ ജീവിപ്പിച്ചത് ആരായിരുന്നു? ദേവന്മാർ. ഹനുമാനെ ജീവിപ്പിച്ചത് ദേവന്മാരാണ്. ഹനുമാന് ദേവന്മാരിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ വരമെന്ത്? മരണമില്ലായ്മ, ഒരിക്കലും മരിക്കില്ല എന്ന വരം. ഹനുമാൻ ഏതു പർവ്വതമുകളിൽ നിന്നാണ് ലങ്കയിലേക്ക് ചാടിയത്? മഹേന്ദ്രപർവ്വതം. മഹേന്ദ്രപർവ്വതത്തിൽ നിന്നാണ് ചാടിയത്. ലങ്കയിലേക്ക് കടൽ മാർഗം എത്ര ദൂരമാണ് രാമായണത്തിൽ പറയുന്നത്? 100 യോജന ദൂരം. 100 യോജന ദൂരമാണുള്ളത്. സുന്ദരകാന്ഡത്തിലേക്ക് കിടക്കാം. അതിലെ ചോദ്യങ്ങൾ നോക്കാം. ശ്രീരാമന്റെ ദൗത്യവുമായി ലങ്കയിലേക്ക് പോയ ഹനുമാന് ലഭിച്ച പേരെന്ത്? രാമദൂതൻ. രാമദൂതൻ എന്ന പേര്. ലങ്കയിലേക്ക് പുറപ്പെട്ട ഹനുമാന്റെ ബലവേഗങ്ങൾ പരീക്ഷിക്കാൻ ദേവന്മാർ അയച്ചതാരെയാണ്? സുരസയെ അയച്ചു. സുരസയെയാണ് അയച്ചത്. ദേവന്മാർ ഹനുമാനെ പരീക്ഷിക്കാൻ അയച്ച സുരസ ആരാണ്? സുരസ എന്നത് നാഗമാതാവാണ്. നാഗമാതാവാണ്. ലങ്കയിലേക്കുള്ള യാത്രയിൽ ഹനുമാനെ സൽക്കരിക്കാനായി സമുദ്രം പറഞ്ഞയച്ചതാരെ? മൈനാകപർവ്വതം. സമുദ്രം മൈനാകപർവ്വതത്തെ അയച്ചു. മൈനാകം ഏതു വേഷത്തിലാണ് ഹനുമാന്റെ മുന്നിലെത്തിയത്? മനുഷ്യവേഷത്തിൽ. മനുഷ്യവേഷത്തിലാണ്. ഹനുമാന്റെ നിഴൽ പിടിച്ചു നിർത്തിയ രാക്ഷസിയുടെ പേര്? സിംഹിക. ഛായാഗ്രഹിണി എന്നും പറയും. ഹനുമാൻ സിംഹികയെ കൊന്നതെങ്ങനെ? കാലുകൊണ്ട് തൊഴിച്ചാണ് ഹനുമാൻ സിംഹികയെ കൊന്നത്. ഹനുമാൻ ലങ്കയിൽ പ്രവേശിച്ച സമയം ഏതായിരുന്നു? രാത്രിയിൽ. രാത്രിയിലാണ് ഹനുമാൻ ലങ്കയിൽ പ്രവേശിച്ചത്. ഏതു കാൽ വെച്ചാണ് ഹനുമാൻ ലങ്കയിൽ പ്രവേശിച്ചത്? ഇടതുകാൽ വെച്ച്. ഇടതുകാൽ വെച്ചാണ് കയറിയത്. ലങ്കാദ്വാരത്തിൽ പ്രവേശിച്ചപ്പോൾ ആരാണ് ഹനുമാനെ എതിരിട്ടത്? ലങ്കാലക്ഷ്മി. ലങ്കാലക്ഷ്മി എതിരിട്ടു. വാനരന്റെ താടനമേറ്റാൽ അന്ന് ലങ്ക വിട്ടുപോയിക്കൊള്ളണമെന്ന് ലങ്കാലക്ഷ്മിയോട് പറഞ്ഞതാര്? ബ്രഹ്മാവ്. ബ്രഹ്മാവാണ് അക്കാര്യം പറഞ്ഞത്. ഹനുമാന്റെ അടിയേറ്റ ലങ്കാലക്ഷ്മി എന്തു ചെയ്തു? ലങ്ക വിട്ടുപോയി. ലങ്കാലക്ഷ്മി ലങ്ക വിട്ടുപോയി. ഏതു പർവ്വത മുകളിലാണ് ലങ്ക സ്ഥിതി ചെയ്യുന്നത്? ത്രികൂടം എന്ന പർവ്വതത്തിന് മുകളിലാണ്. തൻ്റെ ശരീരം എത്രമാത്രം ചെറുതാക്കിയാണ് ഹനുമാൻ ലങ്കയിൽ പ്രവേശിക്കാൻ തുടങ്ങിയത്? കടുകുമണിക്കു സമം. ഒരു ചെറിയ കടുകുമണിക്കു സമം. ലങ്കയിൽ സീത ഇരുന്നിരുന്നത് ഏത് വൃക്ഷച്ചുവട്ടിലാണ്? ശിംശപാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ. ശിംശപാവൃക്ഷം. ഹനുമാൻ സീതയുടെ മുന്നിലേക്ക് പെട്ടെന്നു ചെല്ലാതെ മരക്കൊമ്പത്ത് മറഞ്ഞിരിക്കുമ്പോൾ ആരാണ് സീതയുടെ മുന്നിലേക്ക് വന്നത്? രാവണൻ. രാവണൻ
സീതയുടെ മുന്നിലെത്തി. രാവണന്റെ പ്രലോഭനം നിറഞ്ഞ വാക്കുകൾക്ക് മറുപടി ചൊല്ലുന്നതിന് മുമ്പ് സീതാദേവി അവർക്കിടയിൽ വെച്ചത് എന്താണ്? ഒരു പുൽക്കൊടിയാണ് അവർക്കിടയിൽ എടുത്തു വെച്ചത്. സീതയ്ക്ക് കാവൽ നിന്ന രാക്ഷസികളിൽ സീതയോട് സ്നേഹത്തോടെ പെരുമാറിയത് ആരാണ്? ത്രിജട, വിഭീഷണന്റെ മകളായ ത്രിജട. മരക്കൊമ്പത്തിരുന്ന ഹനുമാൻ സീതാദേവി കേൾക്കെ ആരുടെ കഥയാണ് പറഞ്ഞത്? ശ്രീരാമന്റെ കഥ ഹനുമാൻ പറഞ്ഞു. തന്നിൽ വിശ്വാസം വരാനായി ഹനുമാൻ എന്താണ് സീതാദേവിയുടെ കയ്യിൽ നൽകിയത്? ശ്രീരാമന്റെ അങ്കുലീയം, അതായത് മോതിരമാണ് നൽകിയത്. ശ്രീരാമന് വിശ്വാസം വരുന്നതിനായി ഹനുമാന്റെ കയ്യിൽ സീതാദേവി കൊടുത്തയച്ചത് എന്താണ്? സീതാദേവി ചൂടാരത്നം കൊടുത്തയച്ചു. ചൂടാരത്നം. ചിത്രകൂടത്തിൽ ശ്രീരാമനോടൊപ്പം കഴിയവേ സീതാദേവിയെ കാക്കയുടെ രൂപത്തിൽ ദ്രോഹിച്ചതാര്? ജയന്തനാണ് കാക്കയുടെ രൂപത്തിൽ ദ്രോഹിച്ചത്. ജയന്തൻ ആരുടെ മകനാണ്? ദേവേന്ദ്രന്റെ മകനാണ് ജയന്തൻ. കാക്കയായി വന്ന ജയന്തനു നേരെ ശ്രീരാമൻ അസ്ത്രമായി ഉപയോഗിച്ചത് എന്തായിരുന്നു? ഒരു പുൽക്കൊടിയാണ് അസ്ത്രമായി ഉപയോഗിച്ചത്. രാമബാണത്തിൽ നിന്നും രക്ഷ തേടി ഒടുവിൽ ജയന്തൻ ശരണം പ്രാപിച്ചത് ആരെയാണ്? ശ്രീരാമനെ. ഒടുവിൽ ശ്രീരാമനെ തന്നെ അഭയം പ്രാപിച്ചു. ശ്രീരാമന്റെ അസ്ത്രം നിഷ്ഫലമാവാതിരിക്കാൻ ജയന്തന് നൽകേണ്ടി വന്ന അവയവം തൻ്റെ ഒരു കണ്ണാണ്. ഒരു കണ്ണ്. സീതാദേവിയോട് യാത്ര പറഞ്ഞ ശേഷം ഹനുമാൻ ലങ്കയിൽ എന്താണ് നശിപ്പിക്കാൻ തുടങ്ങിയത്? രാവണന്റെ പൂന്തോട്ടം. ഹനുമാൻ രാവണന്റെ ഉദ്യാനം നശിപ്പിക്കാൻ തുടങ്ങിയത് എന്ത് ഉദ്ദേശ്യം മനസ്സിൽ വെച്ചാണ്? രാവണനെ നേരിൽ കാണാനാണ്. തൻ്റെ ഉദ്യാനം നശിപ്പിക്കുന്ന വാനരനെ കൊല്ലാനയച്ച രാക്ഷസരെ വധിച്ചെന്നറിഞ്ഞ് രാവണൻ അയച്ചതാരെയാണ്? 5 സേനാധിപന്മാരെ അയച്ചു. 5 സേനാധിപന്മാരെ അയച്ചു. 5 സേനാധിപന്മാരും കൊല്ലപ്പെട്ടെന്നറിഞ്ഞപ്പോൾ രാവണൻ ഹനുമാനെ കൊല്ലാൻ അയച്ചതാരെ? 7 മന്ത്രിപുത്രന്മാരെയാണ് പിന്നീട് അയച്ചത്. 7 മന്ത്രിപുത്രന്മാരും കൊല്ലപ്പെട്ടപ്പോൾ രാവണൻ ആരെയാണ് ഹനുമാനെ കൊല്ലാൻ അയച്ചത്? തൻ്റെ മകൻ അക്ഷകുമാരനെയാണ് ഒടുവിൽ അയച്ചത്. മകൻ അക്ഷകുമാരനും വധിക്കപ്പെട്ടപ്പോൾ ഹനുമാനോട് പോരിന് ചെന്നതാരാണ്? മേഘനാഥൻ. രാവണന്റെ മറ്റൊരു പുത്രനായ മേഘനാഥൻ. മേഘനാഥന്റെ മറ്റൊരു പേര് ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ തോൽപ്പിച്ചത് കൊണ്ട് ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് ഹനുമാനെ വീഴ്ത്തിയത് ഏത് അസ്ത്രം ഉപയോഗിച്ചായിരുന്നു? ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാണ് ഹനുമാനെ പിടിച്ചത്. ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ച ഹനുമാനെ എവിടേക്കാണ് ഇന്ദ്രജിത്ത് കൊണ്ടുപോയത്? രാവണ സന്നിധിയിലേക്ക് ഹനുമാനെ പിടിച്ചുകൊണ്ടുപോയി. തൻ്റെ മുന്നിൽ ഹാജരാക്കിയ ഹനുമാനോട് വിവരങ്ങൾ ചോദിച്ചറിയാൻ രാവണൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത്? പ്രഹസ്തനെയാണ്. താൻ ആരുടെ ദൂതനെന്നാണ് ഹനുമാൻ പ്രഹസ്തനോട് പറഞ്ഞത്? ശ്രീരാമന്റെ ദൂതനാണ് താൻ എന്ന് പറഞ്ഞു. രാവണന്റെ ഉദ്യാനം നശിപ്പിച്ചത് എന്തിനെന്ന പ്രഹസ്തന്റെ ചോദ്യത്തിന് എന്തായിരുന്നു ഹനുമാൻ മറുപടി പറഞ്ഞത്? വാനരന്മാരുടെ ശീലമാണ് ഇതൊക്കെ എന്നാണ് മറുപടി പറഞ്ഞത്. രാക്ഷസന്മാരെ കൊന്നത് എന്തിനെന്ന ചോദ്യത്തിന് ഹനുമാന്റെ മറുപടി എന്തായിരുന്നു? തന്നെ ആക്രമിക്കാൻ വന്നതിനാലാണ് രാക്ഷസന്മാരെ കൊന്നത് എന്നാണ് ഹനുമാൻ പറഞ്ഞ മറുപടി. ഹനുമാനെ എന്തു ചെയ്യാനാണ് രാവണൻ ആജ്ഞാപിച്ചത്? ഹനുമാനെ വധിക്കാനാണ് രാവണൻ കൽപ്പിച്ചത്. ദൂതനായ ഹനുമാനെ വധിക്കുന്നത് രാജധർമ്മത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞത് ആരാണ്?
വിഭീഷണനാണ് അതിലെ തെറ്റ് ചൂണ്ടിക്കാട്ടിയത്. ഹനുമാന് എന്ത് ശിക്ഷ കൊടുക്കാനാണ് ഒടുവിൽ തീരുമാനിച്ചത്? വാലിൽ തീ കൊളുത്തിവിടാൻ. രാക്ഷസന്മാർ തന്റെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്തിയപ്പോൾ ഹനുമാൻ എന്താണ് ചെയ്തത്? ഹനുമാൻ ലങ്ക ചുട്ടെരിച്ചു. ഹനുമാൻ ലങ്കയിൽ തീ കൊളുത്താതെ വിട്ട മന്ദിരം ആരുടേതാണ്? വിഭീഷണന്റെ മാളികയ്ക്ക് മാത്രം. ലങ്ക ചുട്ടെരിച്ച ശേഷം ഹനുമാൻ ആരെയാണ് ചെന്നു കണ്ടത്? സീതയെ വീണ്ടും ചെന്നു കണ്ടു. ഹനുമാൻ വീണ്ടും കണ്ടു. വാനരന്മാർ സീതാദർശന വാർത്ത ശ്രീരാമനെ അറിയിക്കാൻ മടങ്ങുമ്പോൾ വിശപ്പും ദാഹവും മാറ്റാൻ കയറിയത് എവിടെയാണ്? മധുവനം ആരുടേതാണ്? സുഗ്രീവന്റേതാണ് മധുവനം. മധുവനം പരിപാലിച്ചു വന്നത് ആരാണ്? ദധിമുഖൻ. സീതയെ കണ്ട വിവരം ഹനുമാൻ പറഞ്ഞത് ഏതു രീതിയിലാണ്? എന്താണ് പറഞ്ഞത്? കണ്ടിതു സീതയെ എന്നാണ് ഹനുമാൻ പറഞ്ഞത്. അടയാളവാക്യമായി ശ്രീരാമനോട് പറയാൻ സീത ഹനുമാനോട് പറഞ്ഞയച്ച കാര്യം എന്താണ്? കാകവൃത്താന്തം. ജയന്തൻ കാക്കയായി വന്ന വൃത്താന്തം. യുദ്ധകാന്ഡമാണിനി. അതിലേക്ക് കടക്കാം. ലങ്ക നഗരത്തെപ്പറ്റി ശ്രീരാമന് ആദ്യമായി വിശദമായ വിവരണം ആരാണ് നൽകിയത്? ഹനുമാൻ. ലങ്കയെപ്പറ്റി വിശദമായി പറഞ്ഞത് ഹനുമാനാണ് ശ്രീരാമനോട്. ഹനുമാൻ ലങ്ക വിട്ട ശേഷം രാവണൻ കാര്യാലോചന നടത്തിയത് ആരുമായിട്ടാണ്? മന്ത്രിമാർ. തന്റെ മന്ത്രിമാരുമായി രാവണൻ കാര്യാലോചന നടത്തി. സീതയെ രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുവന്ന പ്രവൃത്തിയെപ്പറ്റി കുംഭകർണന്റെ അഭിപ്രായം എന്തായിരുന്നു? ദുഷ്പ്രവൃത്തി എന്ന് അഭിപ്രായപ്പെട്ടു. കുംഭകർണൻ നിദ്രയ്ക്ക് അടിപ്പെട്ടത് ആര് കൊടുത്ത വരം മൂലമാണ്? ബ്രഹ്മാവാണ്. 6 മാസത്തെ നിദ്രയ്ക്കു ശേഷം എത്ര സമയമാണ് കുംഭകർണൻ ഉണർന്നിരിക്കുന്നത്? ഒരു പകൽ സമയമാണ് ഉണർന്നിരിക്കാൻ കഴിയുക കുംഭകർണന്. സീതയെ എന്തു ചെയ്യാനാണ് വിഭീഷണൻ രാവണനെ ഉപദേശിച്ചത്? ശ്രീരാമന് തിരികെ നൽകുക എന്നാണ് പറഞ്ഞത്. ലങ്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിഭീഷണൻ 4 മന്ത്രിമാരോടൊപ്പം അഭയം പ്രാപിച്ചതാരെ? ശ്രീരാമനെ. വിഭീഷണനും 4 മന്ത്രിമാരും ശ്രീരാമനെ അഭയം പ്രാപിച്ചു. വിഭീഷണന് അഭയം നൽകുന്നത് അപകടമാണെന്ന് പറഞ്ഞത് ആരായിരുന്നു? സുഗ്രീവനാണ് അവർക്ക് അഭയം നൽകുന്നത് അപകടമാണ് എന്ന് പറഞ്ഞത്. വിഭീഷണന് അഭയം നൽകുന്നതിനെ അനുകൂലിച്ചത് ആരാണ്? ഹനുമാനാണ് അനുകൂലിച്ച് സംസാരിച്ചത്. വിഭീഷണന് അഭയം കൊടുത്തത് ശ്രീരാമന്റെ ഏത് ഗുണമാണ് കാണിക്കുന്നത്? ആശ്രിതവാത്സല്യം. ശ്രീരാമന്റെ ആശ്രിതവാത്സല്യം, തന്നെ ആശ്രയിക്കുന്നവരെ സ്നേഹിക്കുന്നത്. തന്നെ അഭയം പ്രാപിച്ച വിഭീഷണന് ശ്രീരാമൻ നൽകിയ അംഗീകാരം. ലങ്കാധിപനായി അഭിഷേകം ചെയ്തു. ആരാണ് വിഭീഷണന്റെ അഭിഷേക കാര്യങ്ങൾ ചെയ്തത്? വിഭീഷണന്റെ അഭിഷേക കാര്യങ്ങൾ ചെയ്തത് ലക്ഷ്മണനാണ്. രാവണൻ ആരെയാണ് തൻ്റെ ദൂതുമായി സുഗ്രീവന്റെ അടുക്കലേക്ക് അയച്ചത്? ശുകനെയാണ് സുഗ്രീവന്റെ അടുത്തേക്ക് ദൂതുമായി അയച്ചത്. ശുകൻ സുഗ്രീവനോട് ഉടനടി എന്തു ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? വാനരന്മാരെ കൂട്ടി കിഷ്കിന്ധയിലേക്ക് പോകാനാണ് ശുകൻ ആവശ്യപ്പെട്ടത്. ശുകന്റെ വാക്കുകൾ കേട്ട വാനരന്മാർ എന്താണ് ചെയ്തത്? ശുകന്റെ വാക്കുകൾ കേട്ട വാനരന്മാർ നല്ല മുഷ്ടിപ്രഹരം നൽകി. മുഷ്ടിപ്രഹരമാണ് കൊടുത്തത്. വാനരന്മാരുടെ ആക്രമണത്തിൽ നിന്നും ശുകനെ രക്ഷിച്ചതാര്? ശ്രീരാമനാണ് ശുകനെ രക്ഷിച്ചത്. ശ്രീരാമനും വാനരസേനയും ദക്ഷിണ സമുദ്രതീരത്ത് തങ്ങുന്ന വിവരം രാവണനെ അറിയിച്ച രാക്ഷസൻ ആരാണ്? ശാർദൂലൻ.
ശാർദൂലൻ എന്ന രാക്ഷസനാണ് അറിയിച്ചത്. സേതുബന്ധനത്തിനായി വരുണൻ പ്രസാദിക്കാൻ ശ്രീരാമൻ എന്തു വ്രതമാണ് അനുഷ്ഠിച്ചത്? 3 ദിവസം ഉപവാസം അനുഷ്ഠിച്ചു. ഉപവാസത്തിനാൽ വരുണൻ പ്രസാദിക്കാത്തപ്പോൾ ശ്രീരാമൻ സമുദ്രത്തിനു നേരെ പ്രയോഗിക്കാൻ പുറപ്പെട്ട അസ്ത്രം ഏതാണ്? ആഗ്നേയാസ്ത്രം. ആഗ്നേയാസ്ത്രമാണ് പ്രയോഗിക്കാൻ ഓങ്ങിയത്. സമുദ്രത്തിനു നേരെ അസ്ത്രം പ്രയോഗിക്കുന്നതിൽ നിന്ന് ശ്രീരാമനെ ആരാണ് തടഞ്ഞത്? വരുണൻ. വരുണനാണ് ശ്രീരാമനെ അതിൽ നിന്ന് തടഞ്ഞത്. കുലച്ച വില്ലിലെ ആഗ്നേയാസ്ത്രം വരുണന്റെ അപേക്ഷ പ്രകാരം ശ്രീരാമൻ എങ്ങോട്ടാണ് അയച്ചത്? ആഭീരമണ്ഡലത്തിലേക്ക്. ആഭീരമണ്ഡലം. സേതുബന്ധനത്തിന് ഏതു വാനരനെ നിയോഗിക്കാനാണ് വരുണൻ ശ്രീരാമനോട് പറഞ്ഞത്? നളനെ നിയോഗിക്കാനാണ് പറഞ്ഞത്. ലങ്കയിലേക്കു കടക്കാൻ ദക്ഷിണ സമുദ്രത്തിൽ നിർമ്മിച്ച പാലത്തിൻ്റെ പ്രസിദ്ധമായ പേര് രാമസേതു. രാമസേതു എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. സേതുബന്ധന അവസരത്തിൽ ശ്രീരാമൻ നിർമ്മിച്ച ക്ഷേത്രം ഏതാണ്? രാമേശ്വരം ക്ഷേത്രം. എത്ര ദിവസം കൊണ്ടാണ് സേതു നിർമ്മാണം പൂർത്തിയാക്കിയത്? സേതു നിർമ്മാണത്തിന് 5 ദിവസമാണ് എടുത്തത്. 5 ദിവസം കൊണ്ട്. സേതുവിലൂടെ ലങ്കയിലെത്തിയ ശ്രീരാമാദികൾ ചെന്നെത്തിയ പർവ്വതം ഏതാണ്? സുബേല പർവ്വതം. സുബേല പർവ്വതത്തിലെത്തി. ശുകൻ രാക്ഷസനായത് ആരുടെ ശാപം മൂലമാണ്? അഗസ്ത്യൻ. അഗസ്ത്യന്റെ ശാപം മൂലം. മുത്തച്ഛനായ മാല്യവാൻ സീതയെ എന്തു ചെയ്യാനാണ് രാവണനെ ഉപദേശിച്ചത്? മാല്യവാൻ ശ്രീരാമന് സീതയെ തിരിച്ചു കൊടുക്കാൻ ഉപദേശിച്ചു. രാവണൻ സീതയെ അപഹരിച്ചത് മൂലം ലങ്കയ്ക്ക് എന്തു സംഭവിക്കുമെന്നാണ് മാല്യവാൻ പറഞ്ഞത്? നാശം സംഭവിക്കും. ലങ്കയുടെ നാശമായിരിക്കും എന്നാണ് പറഞ്ഞത്. സീതയെ മാനസികമായി തകർക്കാൻ ശ്രീരാമനെ എന്തെല്ലാമാണ് മായാപ്രയോഗത്തിലൂടെ രാവണൻ കാണിച്ചത്? ശ്രീരാമന്റെ ശിരസ്സും വില്ലും കാണിച്ചു കൊടുത്തു. ശ്രീരാമന്റെ ശിരസ്സും വില്ലും രാവണൻ കാട്ടിയപ്പോൾ സീതയെ ആശ്വസിപ്പിച്ചതാരാണ്? സരമ. ഭീഷണന്റെ പത്നിയായ സരമയാണ് ആശ്വസിപ്പിച്ചത്. അംഗദനോട് തോറ്റ മേഘനാഥൻ ഏത് അസ്ത്രം കൊണ്ടാണ് ശ്രീരാമാദികളെയും വാനരന്മാരെയും മോഹിപ്പിച്ചു വീഴ്ത്തിയത്? നാഗാസ്ത്രം ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്തത്. നാഗാസ്ത്രത്താൽ മോഹബന്ധിതരായ ശ്രീരാമാദികളെയും വാനരന്മാരെയും മോഹത്തിൽ നിന്നു രക്ഷിക്കാൻ വന്നെത്തിയത് ആരാണ്? ഗരുഡൻ. ഗരുഡനാണ് അവരെയൊക്കെ മോഹവലയത്തിൽ നിന്ന് രക്ഷിച്ചത്. വാനരന്മാരും രാക്ഷസരും തമ്മിലുള്ള യുദ്ധത്തിൽ ധൂമ്രാക്ഷൻ എന്ന രാക്ഷസനെ ആരാണ് വധിച്ചത്? ഹനുമാൻ. ഹനുമാനാണ് ധൂമ്രാക്ഷനെ വധിച്ചത്. വജ്രദംഷ്ട്രൻ എന്ന രാക്ഷസനെ വധിച്ചതാര്? വജ്രദംഷ്ട്രനെ വധിച്ചത് അംഗദനാണ്. അംഗദൻ. രാക്ഷസനായ അകമ്പനനെ വധിച്ചതാര്? ഹനുമാൻ. ഹനുമാനാണ്. രാക്ഷസനായ പ്രഹസ്തനെ വധിച്ചതാര്? നീലൻ. നീലനാണ്. രാവണനും ലക്ഷ്മണനും തമ്മിലുള്ള യുദ്ധത്തിൽ ലക്ഷ്മണൻ ഏത് ആയുധമേറ്റാണ് ബോധമറ്റത്? വേൽ അഥവാ ശക്തി. ലക്ഷ്മണനു നേരെ പ്രയോഗിച്ച വേൽ രാവണന് നൽകിയതാര്? മയൻ. മയനാണ് വേൽ എന്ന ആയുധം രാവണന് നൽകിയത്. ശ്രീരാമൻ എവിടെ ഇരുന്നാണ് രാവണനോട് യുദ്ധം ചെയ്തത്? ഹനുമാന്റെ തോളിൽ ഇരുന്ന്. ഹനുമാന്റെ തോളിൽ ഇരുന്ന്. ശ്രീരാമന്റെ അമ്പേറ്റ് ക്ഷീണിതനായ രാവണനോട് ശ്രീരാമൻ എന്താണ് പറഞ്ഞത്? ഇന്ന് പോയി നാളെ വരൂ. ഇന്ന് പോയി നാളെ വരൂ എന്ന്. ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ കുംഭകർണനെ വിളിച്ചുണർത്തിയപ്പോൾ കുംഭകർണൻ രാവണന് നൽകിയ ഉപദേശമെന്ത്?
ശ്രീരാമനെ ഭജിക്കാനാണ് ഉപദേശിച്ചത്. യുദ്ധത്തിനു തയ്യാറായി യുദ്ധഭൂമിയിലെത്തിയ കുംഭകർണനെ കണ്ട വിഭീഷണൻ എന്താണ് ചെയ്തത്? സഹോദരനെ നമസ്കരിച്ചു. കുംഭകർണനെ നമസ്കരിച്ചു. യുദ്ധക്കളത്തിലെ കുംഭകർണനെ ശ്രീരാമന് കാട്ടിക്കൊടുത്തതാര്? വിഭീഷണൻ. വിഭീഷണനാണ് കുംഭകർണനെ കാട്ടിക്കൊടുത്തത്. ശ്രീരാമൻ കുംഭകർണന്റെ ശിരസ് ഛേദിച്ചത് ഏത് അസ്ത്രം ഉപയോഗിച്ചാണ്? ഇന്ദ്രാസ്ത്രം. ഇന്ദ്രാസ്ത്രം ഉപയോഗിച്ചാണ് കുംഭകർണനെ വധിച്ചത്. രാവണപുത്രനായ അതികായനെ യുദ്ധത്തിൽ വധിച്ചതാരാണ്? ലക്ഷ്മണൻ. ലക്ഷ്മണനാണ് അതികായനെ വധിച്ചത്. അതികായനെ ആയുധമേൽക്കാതിരിക്കാൻ കാരണമായ ദിവ്യമായ കഞ്ചുകം നൽകിയതാര്? ബ്രഹ്മാവ്. ബ്രഹ്മാവാണ് അതികായന് ദിവ്യ കഞ്ചുകം നൽകിയത്. അതികായനെ ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് ലക്ഷ്മണൻ വധിച്ചത്? ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച്. യുദ്ധവിജയത്തിന് ഇന്ദ്രജിത്ത് ഹോമം തുടങ്ങിയത് എവിടെ വെച്ചായിരുന്നു? നികുംഭിലയിൽ വെച്ച്. നികുംഭിലയിലാണ്. ഇന്ദ്രജിത്തിന് യുദ്ധക്കളത്തിൽ ലഭിച്ച പ്രത്യേക കഴിവെന്താണ്? അന്തർധാന വിദ്യ, മറഞ്ഞിരിക്കാനുള്ള കഴിവ്. ഇന്ദ്രജിത്ത് ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് രാമ ലക്ഷ്മണന്മാരെയും വാനരരെയും വീഴ്ത്തിയത്? ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാണ് വീഴ്ത്തിയത്. രാമ ലക്ഷ്മണാദികളെയും വാനരരെയും ജീവിപ്പിക്കാനായി ഔഷധത്തിന് ഋഷഭാദ്രിയിൽ ഹനുമാനെ അയക്കാൻ നിർദ്ദേശിച്ചതാര്? ജാംബവാൻ. ജാംബവാനാണ് ഔഷധത്തിന് ഹനുമാനെ അയക്കാൻ നിർദ്ദേശിച്ചത്. ഋഷഭാദ്രിയുടെ സ്ഥാനം എവിടെയാണ്? ഋഷഭാദ്രി കൈലാസത്തിന് സമീപമാണ്. ദിവ്യൌഷധങ്ങൾക്കായി ഹനുമാൻ പോയ വിവരം ആരാണ് രാവണനെ അറിയിച്ചത്? ചാരന്മാർ, രഹസ്യദൂതന്മാരാണ് അറിയിച്ചത്. ഔഷധങ്ങൾക്കായി പുറപ്പെട്ട ഹനുമാന് മാർഗതടസ്സം ഉണ്ടാക്കാൻ രാവണൻ അയച്ചതാരെ? കാലനേമി. കാലനേമിയെയാണ് അയച്ചത്. കാലനേമിയുടെ ആശ്രമത്തിലെത്തിയ ഹനുമാൻ എന്താണ് ആവശ്യപ്പെട്ടത്? കുടിക്കാൻ വെള്ളം ചോദിച്ചു. കുടിക്കാനുള്ള വെള്ളം. ഹനുമാന് ജലാശയം കാട്ടാൻ കാലനേമി കൂടെ അയച്ചതാരെ? മായാനിർമ്മിതമായ ഒരു വടുവിനെ. ജലാശയത്തിൽ വെള്ളം കുടിക്കാനൊരുങ്ങിയ ഹനുമാനെ ഭക്ഷിക്കാനായി വന്ന മുതലയെ എന്തു ചെയ്തു? വാവിളർത്തി കൊന്നുകളഞ്ഞു. ഹനുമാനെ ഭക്ഷിക്കാനായി വന്ന മുതല വാസ്തവത്തിൽ ആരായിരുന്നു? ധന്യമാലി എന്ന അപ്സരസ്സായിരുന്നു. ഹനുമാൻ ആശ്രമത്തിൽ കണ്ട താപസൻ ആരാണെന്നാണ് ധന്യമാലി പറഞ്ഞുകൊടുത്തത്? കാലനേമി എന്ന രാക്ഷസനാണ് എന്ന് ധന്യമാലി പറഞ്ഞു കൊടുത്തു. കാലനേമിയെ ഹനുമാൻ വധിച്ചതെങ്ങനെ? തലക്കടിച്ചു കൊന്നു. ഹനുമാൻ തലക്കടിച്ചു കൊന്നു. ദിവ്യൌഷധങ്ങൾ തിരിച്ചറിയാനാകാതെ ഹനുമാൻ എന്തു ചെയ്തു? ആ മലയൊന്നാകെ പറിച്ചെടുത്തു. രാമ ലക്ഷ്മണന്മാരും വാനരരും ബോധം വീണ്ടെടുത്ത് എഴുന്നേറ്റതെപ്പോൾ? ഔഷധത്തിൽ തട്ടിയ കാറ്റേറ്റപ്പോഴാണ്. മരിച്ചുപോയ രാക്ഷസന്മാർ ഔഷധത്തിന്റെ കാറ്റുതട്ടി ജീവിക്കാതിരിക്കാൻ കാരണമെന്ത്? അവരുടെ ശവങ്ങൾ സമുദ്രത്തിൽ എറിഞ്ഞതിനാലാണ്. കുംഭകർണന്റെ പുത്രന്മാർ ആരൊക്കെയാണ്? കുംഭകർണന്റെ പുത്രന്മാരാണ് കുംഭൻ, നികുംഭൻ എന്നീ രാക്ഷസർ. കുംഭനെ വധിച്ചതാര്? സുഗ്രീവനാണ് കുംഭനെ വധിച്ചത്. നികുംഭനെ വധിച്ചതാര്? ഹനുമാൻ. ഹനുമാനാണ്. ഇന്ദ്രജിത്ത് സീതാവധമെന്ന മായാപ്രയോഗം കാട്ടി ശ്രീരാമനെയും മറ്റും പരിഭ്രമിപ്പിച്ചത് എന്തിനായിരുന്നു? യുദ്ധവിജയത്തിന് തടസ്സമില്ലാതെ ഹോമം നടത്തുന്നതിന് വേണ്ടി. ഇന്ദ്രജിത്തിനെ വധിക്കാനുള്ള ശക്തി 12 വർഷം ഊണും ഉറക്കവും ഉപേക്ഷിച്ച ആൾക്കേ ഉള്ളൂ. ആ ശക്തി ലഭിച്ച ഒരേ ഒരാൾ ആരാണ്? ലക്ഷ്മണൻ. എത്ര ദിവസമാണ് ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിലുള്ള യുദ്ധം നീണ്ടുനിന്നത്? 3 ദിവസം നീണ്ടുനിന്നു. 3 ദിവസം. ഏത് അസ്ത്രം ഉപയോഗിച്ചാണ്
ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചത്? ഐന്ദ്രാസ്ത്രം എന്ന അസ്ത്രം ഉപയോഗിച്ച്. ഇന്ദ്രജിത്തിന്റെ മരണത്തിൽ കുപിതനായ രാവണൻ സീതാവധത്തിനൊരുങ്ങിയപ്പോൾ പിന്തിരിപ്പിച്ചതാര്? സുപാർശ്വൻ. സുപാർശ്വനാണ് രാവണനെ സീതാവധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. യുദ്ധവിജയത്തിന് മാർഗം അന്വേഷിച്ച് രാവണൻ സമീപിച്ച മഹർഷിയാര്? ശുക്രമഹർഷി. ശുക്രമഹർഷിയെയാണ് സമീപിച്ചത്. രാവണന്റെ കുലഗുരു ആര്? രാവണന്റെ കുലഗുരു ശുക്രമഹർഷിയാണ്. യുദ്ധവിജയത്തിന് ശുക്രാചാര്യർ പറഞ്ഞ പ്രകാരം ഹോമം ചെയ്യാൻ രാവണൻ കണ്ടെത്തിയ ഇടം, ഒരു ഗുഹയാണ് കണ്ടെത്തിയത്. ഗുഹ. രാവണൻ യുദ്ധവിജയത്തിന് ഹോമം തുടങ്ങിയ വിവരം ശ്രീരാമനെ അറിയിച്ചതാര്? വിഭീഷണൻ. വിഭീഷണനാണ്. ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം രാവണന്റെ ഹോമം മുടക്കാൻ പുറപ്പെട്ട വാനരന്മാർക്ക് ഹോമസ്ഥലം കൈമുദ്ര കൊണ്ട് കാട്ടിക്കൊടുത്തത് ആരാണ്? സരമ. സരമയാണ് ഹോമസ്ഥലം കാട്ടിക്കൊടുത്തത്. ഹോമം മുടക്കാൻ ധ്യാനത്തിലിരിക്കുന്ന രാവണനെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടും പിന്മാറുന്നില്ല എന്നു കണ്ടപ്പോൾ അവർ ആരെയാണ് ഉപദ്രവിച്ചത്? വാനരന്മാർ മണ്ഡോദരിയെ ഉപദ്രവിച്ചു. വാനരന്മാർ മാനഹാനി വരുത്താൻ തുടങ്ങുമ്പോൾ മണ്ഡോദരി രാവണന് നൽകിയ ഉപദേശം എന്ത്? സീതയെ രാമന് നൽകുക, രാജ്യം വിഭീഷണന് നൽകുക. രാമരാവണ യുദ്ധത്തിൽ രാവണൻ പ്രയോഗിച്ച ഏത് ആയുധമേറ്റാണ് ലക്ഷ്മണൻ ബോധമറ്റു വീണത്? ശക്തി. രാവണൻ പ്രയോഗിച്ച ശക്തി എന്ന ആയുധം. ലക്ഷ്മണന്റെ ബോധം വീണ്ടെടുക്കാൻ സുഷേണൻ നിർദ്ദേശിച്ച ദിവ്യൌഷധം എന്താണ്? വിശല്യകരണി. വിശല്യകരണി. ശ്രീരാമസേനയിലെ വൈദ്യൻ ആരാണ്? സുഷേണൻ. സുഷേണനാണ് വൈദ്യൻ. വിശല്യകരണി എന്ന ഔഷധം കൊണ്ടുവന്നു കൊടുത്തത് ആരാണ്? ഹനുമാൻ. ഹനുമാനാണ് ഔഷധം എത്തിച്ചത്. ശ്രീരാമരാവണ യുദ്ധം നടക്കുമ്പോൾ ശ്രീരാമന് നാരദാദി മുനിമാരുടെ അഭിപ്രായ പ്രകാരം രഥം അയച്ചു കൊടുത്തതാര്? ദേവേന്ദ്രൻ. ദേവേന്ദ്രനാണ് രഥം എത്തിച്ചത്. ശ്രീരാമന് ദേവേന്ദ്രൻ അയച്ചു കൊടുത്ത രഥത്തിന്റെ സാരഥി ആരായിരുന്നു? മാതലി. മാതലിയാണ് തേരാളി. ശ്രീരാമനെതിരെ രാവണൻ നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ശ്രീരാമൻ ഏത് അസ്ത്രമാണ് പ്രയോഗിച്ചത്? ഗാരുഡാസ്ത്രം. ഗാരുഡാസ്ത്രം. രാവണനുമായി ഘോര യുദ്ധം നടക്കുന്നതിനിടെ ശ്രീരാമനെ സന്ദർശിച്ച മുനിശ്രേഷ്ഠൻ ആരാണ്? അഗസ്ത്യൻ. അഗസ്ത്യമുനി. രാവണനെ ജയിക്കാൻ അഗസ്ത്യൻ ഉപദേശിച്ച വിജയമന്ത്രം എന്താണ്? ആദിത്യഹൃദയ മന്ത്രം. ആദിത്യഹൃദയ മന്ത്രം. രാവണന്റെ ശിരസ് വെട്ടിയിട്ടാൽ വീണ്ടും മുളച്ചു വരാൻ കാരണം? വരബലം. രാവണന് കിട്ടിയിട്ടുള്ള വരത്തിന്റെ ശക്തി. ശ്രീരാമനും രാവണനും തമ്മിലുള്ള യുദ്ധം എത്ര ദിവസമായിരുന്നു? 7 ദിവസം. രാമരാവണ യുദ്ധം 7 ദിവസമായിരുന്നു. ശ്രീരാമന്റെ വില്ലിന്റെ പേര് എന്താണ്? കോദണ്ഡം. ശ്രീരാമന്റെ വില്ലിന്റെ പേര് കോദണ്ഡം എന്നാണ്. ഏത് അസ്ത്രം ഉപയോഗിച്ചാൽ രാവണനെ വധിക്കാമെന്നാണ് മാതലി ശ്രീരാമനെ ഓർമ്മിപ്പിച്ചത്? ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാൽ രാവണനെ വധിക്കാം. രാവണനെ വധിക്കാൻ ശേഷിയുള്ള ബ്രഹ്മാസ്ത്രം ശ്രീരാമന് നൽകിയതാര്? അഗസ്ത്യൻ. അഗസ്ത്യമുനി. ശ്രീരാമൻ രാവണനു നേരെ പ്രയോഗിച്ച അസ്ത്രം രാവണന്റെ ഏത് അവയവമാണ് ഛേദിച്ചത്? രാവണന്റെ ഹൃദയത്തിലേക്കാണ് ആ അസ്ത്രം ഏറ്റത്. യുദ്ധത്തിൽ മരിക്കുന്നവർക്ക് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പേര്? വീരസ്വർഗം. വീരസ്വർഗമാണ് യുദ്ധത്തിൽ മരിക്കുന്നവർക്ക്.
രാവണന്റെ ശേഷക്രിയകൾ ആരാണ് ചെയ്തത്? വിഭീഷണൻ, സഹോദരനായ വിഭീഷണൻ. രാവണാനന്തരം ലങ്കാധിപനായി വാഴിച്ചത് ആരെയാണ്? വിഭീഷണനെയാണ് ലങ്കാധിപനാക്കിയത്. ആരാണ് വിഭീഷണന്റെ ലങ്കാധിപനായുള്ള അഭിഷേക കർമ്മങ്ങൾ ചെയ്തത്? ലക്ഷ്മണനാണ് ചെയ്തത്. രാവണൻ വധിക്കപ്പെട്ടപ്പോൾ ദേവന്മാർ എന്താണ് ചെയ്തത്? അവർ പുഷ്പവൃഷ്ടി നടത്തി. പുഷ്പവൃഷ്ടിയാണ് നടത്തിയത്. രാവണ വധശേഷം ദേവന്മാരുടെ കൂടെ വന്ന് ശ്രീരാമനെ ദർശിച്ച ദശരഥൻ പിന്നെ എവിടേക്ക് പോയി? അമരാവതിയിലേക്ക് പോയി. അമരാവതി ആരുടെ വാസസ്ഥലമാണ്? ദേവേന്ദ്രന്റെ വാസസ്ഥലമാണ് അമരാവതി. രാവണവധം കഴിഞ്ഞപ്പോൾ ശ്രീരാമന്റെ വനവാസകാലം പൂർത്തിയാവാൻ എത്ര ദിവസം ബാക്കിയുണ്ടായിരുന്നു? ഒരു ദിവസമാണ് ബാക്കിയുണ്ടായിരുന്നത്. വിഭീഷണൻ തന്നെ സൽക്കാരത്തിനു ക്ഷണിച്ചപ്പോൾ ആ സൽക്കാരങ്ങൾ ആർക്കു നൽകിയാൽ മതിയെന്നാണ് ശ്രീരാമൻ പറഞ്ഞത്? വാനരന്മാർക്ക് നൽകാനാണ്. വാനരന്മാർക്ക്. അയോധ്യയിലേക്ക് പോകാൻ വിഭീഷണൻ ശ്രീരാമന് സമർപ്പിച്ച വാഹനം ഏതാണ്? പുഷ്പക വിമാനം. പുഷ്പക വിമാനത്തിൽ യാത്രയാവാം. ശ്രീരാമാദികൾ അയോധ്യയ്ക്ക് പുറപ്പെട്ടപ്പോൾ പുഷ്പക വിമാനത്തിൽ ശ്രീരാമൻ കൂടെ പോകാൻ അനുവദിച്ചത് ആരെയെല്ലാം? തന്നോടൊപ്പം രാക്ഷസരും വാനരരുമായവരെ കൂടെ പോകാൻ അനുവദിച്ചു. പുഷ്പക വിമാനത്തിലുള്ള യാത്രയിൽ ശ്രീരാമൻ സീതാദേവിക്ക് ആദ്യമായി കാണിച്ചു കൊടുത്ത സ്ഥലമേത്? രാമരാവണ യുദ്ധഭൂമി കാട്ടിക്കൊടുത്തു. പുഷ്പക വിമാനത്തിലിരിക്കെ ശ്രീരാമൻ സീതാദേവിക്ക് കാണിച്ചു കൊടുത്ത പുണ്യസ്ഥലമേത്? പുണ്യസ്ഥലം രാമേശ്വരം ക്ഷേത്രമാണ്. രാമേശ്വരം ക്ഷേത്രം. രാമേശ്വരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതു ദേവന്റെയാണ്? പരമശിവൻ. പരമശിവനാണ് രാമേശ്വരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അയോധ്യയിലേക്കുള്ള യാത്രയിൽ പുഷ്പക വിമാനം ആദ്യമായി ഭൂമിയിൽ ഇറങ്ങിയത് എവിടെയാണ്? കിഷ്കിന്ധയിൽ. കിഷ്കിന്ധയിലാണ് പുഷ്പക വിമാനം ആദ്യമായി ഇറങ്ങിയത്. കിഷ്കിന്ധയിൽ നിന്നും പുറപ്പെട്ട പുഷ്പക വിമാനം പിന്നീട് ഇറങ്ങിയത് എവിടെയായിരുന്നു? ഭരദ്വാജ ആശ്രമത്തിൽ. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ. ഭരത ശത്രുഘ്നന്മാർ താപസവേഷധാരികളായി നന്ദിഗ്രാമിൽ വസിക്കുന്ന വിവരം ആരാണ് ശ്രീരാമനെ അറിയിച്ചത്? ഭരദ്വാജ മുനി. ഭരദ്വാജ മുനിയാണ്. ശ്രീരാമാദികൾ പുഷ്പക വിമാനത്തിൽ വൈകാതെ എത്തിച്ചേരുന്ന സന്തോഷവാർത്ത ആരാണ് ഭരത ശത്രുഘ്നന്മാരെ അറിയിച്ചത്? ഹനുമാൻ. ഹനുമാനാണ് അവരെ ഈ സന്തോഷവാർത്ത അറിയിച്ചത്. ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ ശ്രീരാമ പാദുകങ്ങൾ ഭരതൻ എവിടെയാണ് സമർപ്പിച്ചത്? ശ്രീരാമപാദങ്ങളിൽ സമർപ്പിച്ചു. ശ്രീരാമപാദങ്ങളിൽ. അയോധ്യയിലെത്തിയ ശേഷം ശ്രീരാമൻ പുഷ്പക വിമാനത്തെ ആരുടെ അടുത്തേക്ക് അയച്ചു? വൈശ്രവണന്റെ അടുത്തേക്ക് പുഷ്പക വിമാനത്തെ തിരിച്ചയച്ചത്. അയോധ്യയിൽ ശ്രീരാമനോടൊപ്പം എത്തിയ വാനരന്മാർ അവിടെ ആരെ പോലെയാണ് പെരുമാറിയത്? മനുഷ്യരെ പോലെ. അവർ മനുഷ്യരെ പോലെയാണ് അവിടെ പെരുമാറിയത്. ശ്രീരാമനെ അയോധ്യാപതിയായി അഭിഷേകം ചെയ്തത് ആര്? വസിഷ്ഠൻ. കുലഗുരുവായ വസിഷ്ഠമുനി. പട്ടാഭിഷേകാനന്തരം ശ്രീരാമൻ സീതാദേവിക്ക് സമ്മാനിച്ചതെന്ത്? രത്നഹാരം. രത്നങ്ങൾ പതിച്ച മാല. ശ്രീരാമൻ സീതാദേവിക്കു നൽകിയ രത്നഹാരം അവർ ആർക്കു നൽകി? ഹനുമാൻ. ഹനുമാനാണ് ആ രത്നഹാരം സീതാദേവി സമ്മാനിച്ചത്. ശ്രീരാമൻ ഹനുമാനെ അനുഗ്രഹിച്ചു നൽകിയ ഏറ്റവും മഹത്തായ സ്ഥാനവും വരവും എന്താണ്? ബ്രഹ്മത്വവും അമരത്വവും. ഈ രണ്ട് സ്ഥാനങ്ങൾ വരവും. ഹനുമാൻ തപസ്സിനായി എവിടേക്കാണ് പോയത്? ഹിമാലയത്തിലേക്ക്.
ഹിമാലയത്തിലേക്കാണ് പോയത്. പുരുഷാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് എന്തെല്ലാം? പുരുഷാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ്. ശ്രീരാമൻ വിഭീഷണനു നൽകിയ വരം എന്തായിരുന്നു? ആചന്ദ്രതാരം ലങ്കാധിപത്യമാണ് വിഭീഷണന് വരമായി നൽകിയത്. അധ്യാത്മരാമായണം അധ്യയനം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലമെന്ത്? അധ്യയനത്തിലൂടെ മോക്ഷം ലഭിക്കും. അധ്യാത്മരാമായണം യുദ്ധകാന്ഡം അവസാനിക്കുന്നത് ഏതു പദത്തോടുകൂടിയാണ്? മഹാലോകരും എന്ന ഒരു പദത്തിലാണത് അവസാനിക്കുന്നത്. അധിക ചോദ്യങ്ങൾ എന്ന ഈ ഭാഗത്ത് നേരത്തെ വിട്ടുപോയതും പൊതുവായി പ്രാധാന്യമുള്ളതുമായ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലങ്കയിലേക്കുള്ള കുതിപ്പിനിടയിൽ ഹനുമാനെ തടയാനായി ശ്രമിച്ച പർവ്വതം ഏതാണ്? മൈനാകപർവ്വതം. രാവണ കുംഭകർണാദികളെ വധിച്ച ബ്രഹ്മഹത്യാ പാപം തീരാൻ രാമേശ്വരത്ത് ശ്രീരാമൻ ആരെക്കൊണ്ടാണ് ആത്മലിംഗം പ്രതിഷ്ഠിച്ചത്? ഹനുമാൻ. രാമേശ്വരത്ത് ചെല്ലുന്ന ശ്രീരാമ ഭക്തർ ആരെയാണ് ആദ്യം പൂജിക്കേണ്ടത്? ഹനുമാൻ. സ്വാമി ഭക്തി കൊണ്ട് സ്വാമിക്ക് തുല്യനായ ഭക്തൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഹനുമാൻ. ഹനുമാൻ വിശ്രമിക്കുന്ന വനത്തിന്റെ പേര്? കദളീവനം. ലങ്കയിലെ അശോകവനത്തിന്റെ മറ്റൊരു പേര് അറിയാമോ? നന്ദനോദ്യാനം. ദശരഥന് കൗസല്യയിൽ പിറന്ന മകളുടെ പേര്? ശാന്ത. ശാന്തയെ ദത്തുപുത്രിയായി സ്വീകരിച്ചത് ആരാണ്? ലോമപാദ രാജാവ്. ലോമപാദ രാജാവിൻ്റെ പത്നിയുടെ പേര്? വർഷിണി. ദശരഥ പത്നിമാരിൽ ആരുടെ സഹോദരിയാണ് വർഷിണി? കൗസല്യ. ലോമപാദ രാജാവിൻ്റെ രാജ്യം? അംഗരാജ്യം. ശാന്തയെ വിവാഹം ചെയ്തതാര്? ഋഷ്യശൃംഗ മുനി. രാവണന്റെ പിതാവ്? വിശ്രവസ്. രാവണന്റെ മാതാവ്? കൈകസി. കൈകസിയുടെ മറ്റൊരു പേര്? കേശിനി. രാവണന്റെ സഹോദരി ശൂർപ്പണഖയുടെ ഭർത്താവ്? വിദ്യുജ്ജുഹ്വൻ. രാവണന്റെ പിതാവ് വിശ്രവസിന്റെ കൈകസിയെ കൂടാതെയുള്ള പത്നി? ഇളബിള. ഇളബിളയുടെ മറ്റൊരു പേര്? ദേവവർണിനി. വിശ്രവസിന് ഇളബിളയിലുള്ള മകന്റെ പേര്? വൈശ്രവണൻ. വൈശ്രവണന്റെ മറ്റൊരു പേര്? കുബേരൻ. വൈശ്രവണന് പുഷ്പക വിമാനം സ്വന്തമായത് ആരെ തപസ്സു ചെയ്താണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവാണ് വൈശ്രവണന് പുഷ്പക വിമാനം നൽകിയത്. നാരദ മഹർഷിയുടെ വീണയുടെ പേര്? മഹതി. സരസ്വതീ ദേവിയുടെ വീണയുടെ പേര്? കച്ഛപി. ഹനുമാന്റെ ഗദയുടെ പേര്? കൗമോദുകി. ഹനുമാനെ വിദ്യാരംഭം കുറിച്ച ഗുരു? പരമശിവൻ. ഹനുമാൻ ആരിൽ നിന്നാണ് ഒറ്റ ദിവസം കൊണ്ട് സകല വിദ്യകളും പഠിച്ചത്? സൂര്യദേവനിൽ നിന്ന്. ജടായു, സമ്പാതി എന്നിവർ ഏതു വംശമാണ്? പക്ഷിരാജവംശം. കൈകേയിയുടെ ശരിയായ പേര്? കൽഹ. ശ്രീരാമന്റെയും സീതയുടെയും മക്കളുടെ പേരുകൾ? ലവൻ, കുശൻ. ഭരതൻ, മാണ്ഡവി എന്നിവരുടെ മക്കളുടെ പേരുകൾ? തക്ഷൻ, പുഷ്കലൻ. ലക്ഷ്മണൻ, ഊർമിള എന്നിവരുടെ മക്കളുടെ പേരുകൾ? അംഗദൻ, ചന്ദ്രകേതു. ശത്രുഘ്നൻ, ശ്രുതകീർത്തി എന്നിവരുടെ മക്കളുടെ പേരുകൾ? സുബാഹു, ശത്രുഘതി. ഹനുമാൻ എന്തിൻ്റെയെല്ലാം പ്രതീകമാണ്? ആത്മസമർപ്പണം,
വിട്ടുവീഴ്ചയില്ലാത്ത സേവനം. രാവണൻ ആരുടെ ഭക്തനാണ്? പരമശിവൻ. ദശരഥ പുത്രരിൽ ഏറ്റവും കോപമുള്ളവൻ ലക്ഷ്മണൻ. രാമായണത്തിൽ ആർക്കാണ് തൻ്റെ ബലത്തെപ്പറ്റി മറ്റുള്ളവർ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ അറിയാതെ പോകട്ടെ എന്ന ശാപമുള്ളത്? ഹനുമാന്. സീതാദേവിയുടെ മാനസപുത്രൻ എന്ന സ്ഥാനം ആർക്കുള്ളതാണ്? ഹനുമാൻ. ഭാരതീയ കാലഗണന പ്രകാരം എത്ര യുഗങ്ങളാണ് ഉള്ളത്? 4 യുഗങ്ങൾ. ഏതൊക്കെയാണ് 4 യുഗങ്ങൾ? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. രാമായണ കഥ ഏതു കാലത്തേതാണ്? ത്രേതായുഗം. കണ്ണശപ്പണിക്കർ രചിച്ച രാമായണം ഏത്? കണ്ണശരാമായണം. മണിപ്രവാള ശൈലിയിൽ പുനൻ നമ്പൂതിരി രചിച്ച രാമായണ കൃതി? രാമായണം ചമ്പു. കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച രാമായണം ആട്ടക്കഥയുടെ പേര്? രാമായണം ആട്ടക്കഥ. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ രാമായണം ചൊല്ലുന്നതിന് പ്രത്യേക നിബന്ധനയില്ലെങ്കിലും ചില ദിവസങ്ങളിൽ ഇന്ന ഭാഗം ചൊല്ലിയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ 15-ാം ദിവസം നിർബന്ധമായും ചൊല്ലേണ്ട ഭാഗം ഏതാണ്? ബാലിവധം. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ 25-ാം ദിവസം നിർബന്ധമായും ചൊല്ലേണ്ട ഭാഗം ഏതാണ്? കുംഭകർണ വധം. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ 28-ാം ദിവസം നിർബന്ധമായും ചൊല്ലേണ്ട ഭാഗം ഏതാണ്? രാവണവധം. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ 30-ാം ദിവസം നിർബന്ധമായും ചൊല്ലേണ്ട ഭാഗം ഏതാണ്? ശ്രീരാമ പട്ടാഭിഷേകം. ആ ഭാഗം ചൊല്ലണം. ശ്രീരാമായണം എഴുതിയ വാൽമീകി അത് മനഃപ്പാഠമാക്കി ചൊല്ലാൻ പഠിപ്പിച്ചത് ആരെയൊക്കെയാണ്? ലവൻ, കുശൻ. സീതാദേവിയുടെയും ശ്രീരാമന്റെയും മക്കളായ ലവനെയും കുശനെയും. മനുഷ്യനെ തിന്മകളിൽ നിന്നും രക്ഷിച്ച് നന്മയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് ആനയിക്കുന്ന മഹത്തായ ഭാരതീയ ഇതിഹാസ കാവ്യത്തിലൂടെയുള്ള ഓട്ടപ്രദക്ഷിണം ഇവിടെ ചുരുക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ എഴുതുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.